സമയം കുറച്ച് ലേറ്റായിട്ടാണ് ഇന്ന് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു അത് പ്രധാന പങ്ക് നിങ്ങൾ തന്നെയാണ്. വലിയൊരു ശതമാനം ആൾക്കാരും സാവധാനം അങ്ങനെ എണീറ്റായി വരാനുള്ളൊരു പ്രശ്നം ഉണ്ടാവും. മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മുടെ ഗസ്റ്റ് രാവിലെ PTA റഹീംക്ക നേരത്തെ വന്ന് ഞാൻ വന്ന ഉടനെ എന്നോട് പറഞ്ഞത് എന്നോട് ഒരു പരിപാടി 10 മണിക്ക് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളാൾക്കാർ കല്യാണത്തിനെല്ലാം പോകുന്ന പോലെ ഒരു മണി നേരത്തെ ഉണ്ടാവുമല്ലോ കല്യാണത്തിന് ഭയങ്കര ഒരു തിരക്ക്. ഉച്ചയ്ക്ക് എത്താൻ പറഞ്ഞാൽ കാരണം എല്ലാവർക്കും ഒന്ന് ആയി വരാനുള്ളൊരു നേരമാണ്. അപ്പോൾ അതുപോലെ 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാൾക്കാരെല്ലാം ഒരുങ്ങി വരുമ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയും. അത് സ്വാഭാവികമാണ്. അത് ചിലപ്പോൾ നിങ്ങളിങ്ങനെ കരുതുന്നുണ്ടാവും ഉദ്ഘാടന സെഷനൊക്കെ കണ്ട് കഴിഞ്ഞോട്ടെ, കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്തേക്ക് എത്തിയാൽ മതിയല്ലോ എന്നുള്ള ഒരു റീസൺ കൊണ്ടും കൂടി ആവാം. എന്തായാലും ഇന്ന് ഈ വേദിയിൽ സുപ്രഭാതത്തിൻ്റെ ഈ എജു എക്സ്പോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ ശരിക്കും ഈ എജു എക്സ്പോ ഒക്കെ ആൾക്കാർ എന്നെ വിളിക്കുമ്പോഴേ ഈ നോർമലി എജു എക്സ്പോകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കുറേ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുണ്ടാകും. അവർ വന്നിട്ട് അവരുടെ കോഴ്സിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കും. എന്നെപ്പോലത്തെ ആൾക്കാർ ഞങ്ങൾ പൊതുവിൽ കോഴ്സിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാറില്ല. പകരം നല്ലോണം ബില്ലിടും. അതായത് വരുന്ന നമ്മുടെ അപ്പിയറൻസിനും ഈ വന്ന് സംസാരിക്കുന്നതിനൊക്കെ ബില്ലിടും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു സുപ്രഭാതത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്തുകൊണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഒന്നാമത് ഞാൻ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ എന്നെ ഈ പരിപാടിക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു ദീർഘമായിട്ടുള്ള ഒരു വീക്ഷണം അവർക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു റീസൺ കൂടി ഞാൻ അതിൽ കാണുകയുണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എജു എക്സ്പോ എന്ന് വിദ്യാർത്ഥികൾക്ക് എന്ത് ലഭിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവർക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്, ഒരുപാട് ബ്രൈറ്റ് മൈൻഡ്സ് ആണ്. പക്ഷേ കരിയറിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിലവിലൊരു ധാരണ ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ പരിധി അറിയില്ല എന്നുള്ളതുകൊണ്ട്, അതായത് നമ്മുടെയൊക്കെ അറിവിന് അതിരും എതിരും ഉണ്ട്, നമ്മുടെയൊക്കെ അറിവില്ലായ്മയ്ക്ക് ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അതായത് അറിവില്ലായ്മയ്ക്ക് ഒരതിരുമില്ല. പക്ഷേ ഇന്ന് ലോകം സഞ്ചരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ടോപ്പിക്കായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഏത് കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ബാധിക്കാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു എജു എക്സ്പോ നടത്തുമ്പോൾ ആ ഒരു ചർച്ച കൂടെ അതിൻ്റെ ഭാഗമായിട്ട് വരണം എന്നുള്ള ഒരു തീരുമാനം മാനേജ്മെൻറ്റ് എടുത്തത് എനിക്ക് തോന്നുന്നു ആ ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അറ്റ് ദിസ് പോയിൻ്റ് ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് AI അല്ലെങ്കിൽ അത്തരം ടെക്നോളജികൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ധാരണയൊന്നുമില്ല. രക്ഷിതാക്കൾക്ക് ഒട്ടുമില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ AI ടൂളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയായിരിക്കും എൻ്റെ ജീവിതത്തെ ബാധിക്കുക? എന്താ വെച്ചാൽ നിങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? A+ കിട്ടാൻ വേണ്ടി പഠിക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നതുകൊണ്ട് പഠിക്കുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് നിങ്ങളൊരു അഡൾട്ടായിട്ട് മാറുമ്പോൾ, ഒരു മുതിർന്ന ആളായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും. ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഒരു എക്കണോമിക് ഏജൻസി ആവശ്യമാണ്. അഥവാ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് വരണം. അപ്പോൾ മനുഷ്യരുടെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റ് മൃഗങ്ങളുടെ കുട്ടികൾക്ക് നമ്മൾ ഒരു കോഴ്സൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ അതിന് ഭക്ഷണം കഴിക്കാൻ അറിയാം, അതിന് എണീറ്റ് നടക്കാൻ അറിയാം, അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട സംഭവങ്ങളുമായിട്ട് അതിന് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ അതിന് ജനറ്റിക്കലി കോഡഡ് ആണ്. പക്ഷേ മനുഷ്യർക്ക് അതില്ല. ഒരു മനുഷ്യൻ്റെ കുട്ടി ജനിക്കുന്നത് വളരെയധികം അപക്വമായിട്ടാണ്. ആ കുട്ടിയെ കാലങ്ങൾ എടുത്തിട്ട് സൊസൈറ്റി നർച്ചർ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്. അങ്ങനെ ഒരു 10-20 കൊല്ലം നർച്ചർ ചെയ്യുമ്പോഴാണ് ഈ കുട്ടി സമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുന്ന കോലത്തിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ വളർന്നു വരുന്ന പോയിന്റിൽ ചിലപ്പോൾ നിങ്ങളധികം ലോകമൊന്നും കണ്ടിട്ടില്ലല്ലോ, കുട്ടികളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ ഒരുപാട് ഡിസഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാവും. അതായത് ഇങ്ങനെയൊന്നും അല്ലല്ലോ വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ടാകും. പക്ഷേ കുറച്ച് കാലം കൂടെ കഴിഞ്ഞ് തന്തവൈബൊക്കെ എത്തുമ്പോൾ, അതാണല്ലോ ആ ടേം പറയല്ലേ, നിങ്ങളൊക്കെ തന്തവൈബാകും ഒരു പോയിന്റിൽ. അത് ഇന്നാ നാളെയോ എന്നുള്ളതാവില്ല, പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ആ വൈബിലേക്ക് എത്തും. അപ്പോൾ അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കൾ പകർന്നു നൽകിയ ഒരു വിസ്ഡം ഉണ്ടാകും, ടീച്ചേഴ്സ് നിങ്ങൾക്ക് നൽകിയ ഒരു വിസ്ഡം ഉണ്ടാകും. അതിലൊക്കെ കുറച്ചും കൂടെ അതിൻ്റെ പിന്നിലുള്ള അർത്ഥങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. കാരണം നമ്മളെക്കാൾ ജീവിതം കണ്ട ആളുകൾ അങ്ങനെ ഗൈഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും
ലോകത്ത് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒരാളും ശൂന്യതയിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടിമുളച്ച് ഒറ്റ ദിവസം കൊണ്ട് സംഭവമായ ഒരു മനുഷ്യനും ഇല്ല. ഉള്ളത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലമായിട്ടുള്ള ഒരു മെൻറ്ററിങ്ങിന് വിധേയമായി, ദീർഘകാലമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷന് വിധേയമായിട്ട് തന്നെയാണ് എല്ലാവരും എത്തുന്നത്. അപ്പോൾ ഞാനത് പറയുന്നത് ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തുള്ള ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ച് മാത്രമല്ല. പഠനം എന്ന് പറയുന്നത് ഇത് കൊടുവള്ളിക്കാരാണ്, ബിസിനസ് നന്നായി ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ആ മേഖലയിലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും ജോലി ചെയ്യാനൊന്നല്ല പോകുന്നുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൺവെൻഷനലി സ്കൂളിലോ കോളേജിലോ കിട്ടുന്നത് മാത്രമാണ് വിദ്യാഭ്യാസം എന്നുള്ള ചിന്തയുണ്ട്. അല്ല, പഠനം എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്നൊരു പക്ഷേ ഈ വേദിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതുപോലും ഈ നെവർ എൻഡിങ് പ്രോസസ്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ നിരന്തരമായിട്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് കൊണ്ടും അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കൊണ്ടും, ആ പങ്കുവെക്കുന്നത് നമ്മുടെ മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിലൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഇയാൾ പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ള അർഹത ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൂടെ ബോധം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുകയാണ്. അപ്പം ഇതുപോലെ ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും നിങ്ങളൊക്കെ ഭാവിയിൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കൊക്കെ എന്താ പറയുക, ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭാവിയിൽ ഒരു പക്ഷേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. ഇതിന് നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ നിങ്ങളെ കയ്യിലുള്ള എഡ്യൂക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആരും ഒരു പക്ഷേ ജോലിയൊന്നും തരില്ല. അല്ലെങ്കിൽ 10ാം ക്ലാസ്സോ +2 വരെ പഠിച്ചതിൻ്റെ പേരിൽ ഇന്ന് ജോലി കിട്ടാറില്ല. പകരം അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിലാണ് ഇന്ന് ജോലികളും എല്ലാ കാര്യങ്ങളും കിട്ടാറുള്ളത്. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ ലോകക്രമം കുറേയൊക്കെ എന്താ പറയുക, അതൊരു ഡിസൈൻഡ് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ഈ ആൾക്കാർ മെട്രിക്സ് എന്നോ ബാക്കിയുള്ളതൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ബട്ട് ദെൻ അതിനെ സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിന് നാട്ടിൽ കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഒന്നുകിൽ നമുക്ക് ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാം, ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്കൊക്കെ ഭാവിയിൽ നല്ല കോഴ്സൊക്കെ പഠിച്ച് ജോലി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം. അതല്ല, കുറച്ചും കൂടെ റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം. ഇത് രണ്ടും ബിസിനസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. എനിക്ക് ഉപകാരമുള്ള ഒരു കാര്യം എനിക്ക് ചെയ്തു തരാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി എ സർവീസ്. അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് വിൽക്കാം, അതിന് പകരം നിങ്ങൾക്ക് തിരിച്ചൊരു വരുമാനം നേടാം. ബിസിനസ്സിൻ്റെ സിമ്പിൾ സാധനമാണ്. ഈ രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാം. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളെ പ്രായത്തിലുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഉണ്ടാക്കുന്നത് എന്തോ ഒരു ഉഡായിപ്പ് പരിപാടിയാണ്. ഉഡായിപ്പ് പരിപാടികൾക്ക് പിറകിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മെസ്സേജ് അയക്കാറുള്ളത്, ട്രേഡിങ്ങിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഫോറക്സിലായാലോ ക്രിപ്റ്റോയിലായാലോ? അപ്പോൾ ഇവർ ചിലപ്പോൾ തലേന്നായിരിക്കും ക്രിപ്റ്റോനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു പുതിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട് ചിലപ്പം അവരടുത്ത് വന്ന് പറഞ്ഞതുമായിരിക്കും. ഇഷ്ടം പോലെ ആൾക്കാർ, ഇനി അതൊന്നുമല്ല, ഫോണിൽ ടാപ്പ് ചെയ്ത് കണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വരെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന ഒരു വലിയ ശതമാനം ജനറേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു പൊതുബോധം വേണം. നിങ്ങൾ ജീവിക്കുന്ന നാടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാന സാധ്യതകൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സ്കില്ലുമായിട്ട് നിങ്ങളുടെ പാഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏരിയകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിലായിരിക്കാം നിങ്ങൾക്ക് ഒരു എബോവ് പാർ എന്താ പറയുക ഡെലിവറി ചെയ്യാൻ കഴിയുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? സോഷ്യൽ മീഡിയയിൽ നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് പലരും നല്ല കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാറുണ്ട്. ഇത് കണ്ട് രസിക്കാനാണോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നത്? ഇതാണോ നിങ്ങളെ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള പ്രൈമറി മോട്ടീവ്? അല്ല, പിന്നെയോ? ചുമ്മാ ആലോചിച്ചാൽ മതി. ശരിക്കും ഈ സോഷ്യൽ മീഡിയ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെലിബ്രേഷൻ ഓഫ് എക്സലൻസ് ആണ്. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ ഒരു ആഘോഷമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു ആവറേജ് കണ്ടന്റ് ഇട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഷോ ഓഫ് ചെയ്താൽ ആർക്കും കാണാൻ താല്പര്യമില്ല. അതല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിന് നല്ല അടിപൊളിയായിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാട്ട് പാടുകയാണെങ്കിൽ ശ്രേയാ ഘോഷാൽ പാടണം, അല്ലെങ്കിൽ അതുപോലെ പാടാൻ കഴിയണം, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് കൂടിയെങ്കിലും പോകണം. ഇതേ ആൾക്കാർ രസിക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ഓരോ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെ ലാംഗ്വേജ് അറിഞ്ഞ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആവുന്നുള്ളൂ.
അതിൻ്റെ ഡാറ്റ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിൽ 99% ആൾക്കാരും അത് മൊണറ്റൈസ് ചെയ്യുന്നില്ല. അവർ വെറും കൺസ്യൂമേഴ്സാണ്. അത് നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഞാൻ ആ സാധനം കൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങളെ ടൈമിനെ വേസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ 99% ആൾക്കാരും വേസ്റ്റ് ആക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു റീസൺ നമുക്ക് മനസ്സിലായാൽ മതി. ഇത് ഉപയോഗിക്കുന്നതിലല്ല കാര്യം, ഇതിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുന്നു, എന്ത് വിൽക്കാൻ പറ്റുന്നു, നമുക്ക് എങ്ങനെ ഇതൊരു വരുമാനമാക്കി മാറ്റാൻ പറ്റുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് വരുമാനം വേണം. അപ്പോൾ ഈ വരുമാനം നേടിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും അമച്വറായി കഴിഞ്ഞാൽ ദർ ഈസ് നോ ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റി. ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ 100 വ്യൂ കിട്ടും. ഇതേ സാധനം നിങ്ങൾ ലൈഫിൽ എല്ലാ കാര്യത്തിലും ഒരു ആവറേജ് പണിയെടുത്താൽ നമുക്ക് ആവറേജ് റിസൾട്ട് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ശരിക്കും എന്തെന്നറിയോ, ഈ കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ബ്ലെസ്ഡ് ജനറേഷനുമാണ്, അതുപോലെ തന്നെ ഒരു കേഴ്സ്ഡ് ജനറേഷനുമാണ്. കേഴ്സ്ഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ജനിച്ചത് ഒരുപാട് ജനങ്ങളുള്ള ഒരു നാട്ടിലാണ്, ഒരുപാട് ജനങ്ങളുള്ള ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട് ആൾക്കാർക്ക്. അതായത് എനിക്ക് പറ്റൂല്ലെങ്കിൽ പറ അടുത്ത ആളടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ അതുകൊണ്ടാണ് വേതനം വളരെ കുറവായിട്ടുള്ളത്. എപ്പോഴും റീപ്ലേസബിളാണ്, നിങ്ങൾ ഹൈലി റീപ്ലേസബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി വരണമെന്നുണ്ടെങ്കിൽ, എൻട്രൻസിലൊരു റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയും നിങ്ങൾ കയറി വരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ടഫാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓവർ കോമ്പറ്റീഷൻ ഈ നാട്ടിലുണ്ട്. ഈ ഓവർ കോമ്പറ്റീഷൻ്റെ രസം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കോഴിക്കോട് ബീച്ച് കാണാൻ പോയാൽ നിങ്ങൾ ബീച്ച് കാണൂല, കുറേ മനുഷ്യന്മാരാണ് കാണാൻ. ബീച്ചല്ല, കുറേ മനുഷ്യന്മാരാണ്. റീസൺ എന്താ വെച്ചാൽ അവിടെയും ഓവർ ക്രൗഡഡ് ആണ്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് ചിന്തിച്ചാൽ അതിന് പോലും നമുക്ക് എന്താ പറയുക, ഓരോരുത്തർക്കും അയാളുടെ മാക്സിമം സുഖമൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് സാധനം എന്താണെന്നറിയോ, നിങ്ങളുടെ ജനറേഷന് ഇന്നൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇത് ഇൻഫോർമേഷൻ റെവല്യൂഷൻ്റെ കാലഘട്ടമാണ്. നിങ്ങളുടെയൊക്കെ വിരൽ തുമ്പിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് നോളേജ് ഉണ്ട്, അൺലിമിറ്റഡ് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. നിങ്ങളിതിൽ ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. 90% ആൾക്കാരും വെരി മച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു അഡ്വാൻറ്റേജ് പറയാം. ഒന്ന്, കുറേ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് പ്രൊഡക്റ്റും സർവീസും ഉണ്ടാക്കിയാൽ ഇത് വാങ്ങാനും കുറേ ആളുണ്ട്. അതൊരു പോസിറ്റീവ് സാധനമാണ്. നേരെ മറിച്ച് ഒരു മാർക്കറ്റിലാകെ 100 ആളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കുറച്ച് പേരല്ലേ വാങ്ങാനുണ്ടാവുള്ളൂ നമ്മുടെ സർവീസസ്. പക്ഷേ ഇന്ത്യ പോലത്തെ ഒരു നാട്ടിൽ എന്താ വെച്ചാൽ നമ്മൾ എന്തും പ്രൊഡക്റ്റ് സർവീസൊക്കെ ഉണ്ടാക്കിയാലും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ആൾക്കാർക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് സിഗ്നലാണ്. രണ്ടാമത്തേത്, വലിയൊരു ശതമാനം ആൾക്കാർ, വലിയ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ബട്ട് ദെൻ ഇവിടെ വരിക എന്നുള്ളത് തന്നെ ഒരു വലിയ ചോയ്സാണ്. ഒരു ദിവസം മെനക്കെട്ട് ഇതിനായിട്ട് ഇറങ്ങി വരേണ്ട, വെക്കേഷൻ കാലം കൂടിയാണല്ലോ. അപ്പോൾ വലിയൊരു ശതമാനം ആൾക്കാരും ഡിസ്ട്രാക്റ്റഡ് ആണ്. അവർ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല, ചുറ്റുപാടിനെ കുറിച്ച് അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ലയിച്ച് ജീവിക്കുന്ന ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ട്. അതിലുള്ള ഫേക്ക് കാര്യങ്ങൾ എന്താണോ അതാണ് ജീവിതം എന്ന് കരുതിയിട്ട് ആ സ്റ്റാൻഡേർഡ്സിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വലിയ ശതമാനം ആൾക്കാരുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ ഒരു എഫേർട്ട് എടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേഴ്സ് എന്താണോ അതിനൊരു ബ്ലെസ്സിങ് ആക്കി മാറ്റാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് നോളേജ് നേടുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ മേലെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ അതിൽ എക്സലൻസ് നേടുന്നതിനനുസരിച്ചിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ മെഡിക്കൽ കരിയർ എടുക്കുന്ന ആളാണെന്ന് വയ്ക്കാം. മെഡിക്കൽ കരിയർ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു MBBS മാത്രമുള്ള ഒരു ഡോക്ടറാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർക്ക് ഒരു ഇൻകം ഏണിംഗ് പോസിബിലിറ്റി നിങ്ങളൊരു ഡോക്ടറോട് ചോദിച്ചാൽ മതി. നേരിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. MBBS ഉള്ള ഒരാൾക്ക് ഒരു 30,000 40,000 ഒരു 50,000 രൂപയുടെ അകത്തൊക്കെ ആയിരിക്കും ഇന്ന് ഒരു ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. MD കൂടി ഉണ്ടെങ്കിൽ അതൊരു 2 ലക്ഷം അല്ലെങ്കിൽ 2.5 ലക്ഷം ഒക്കെ സാലറി ലെവലിലേക്ക് മാറും. അതിൻ്റെ മേലെ DMO അല്ലെങ്കിൽ DCHO എന്നൊക്കെ പറഞ്ഞിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാന സാധ്യതകൾ 5 ലക്ഷമോ 10 ലക്ഷമോ എന്നൊക്കെ പറഞ്ഞിട്ട് പെർ മന്താ പറയേണ്ടത്, കൊല്ലത്തേക്കല്ല. ആ രീതിയിലേക്ക് നിങ്ങളുടെ ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ മേലേക്ക് പോകും. കാരണം ആൾക്കാർക്ക് വേണ്ട എന്താണ്,
ഹൈ ക്വാളിറ്റി ഒപ്പീനിയൻസ് ആണ്, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ്. എല്ലാ കാര്യങ്ങളിലും ആൾക്കാർക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ആയാൽ മതി എന്ന് പോലത്തെ സാധനങ്ങളല്ല. ഒരു ജനതയ്ക്ക് ചോയ്സ് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ, ഓപ്ഷൻസ് ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബെറ്റർ ഓപ്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ MBBS കാരൻ്റെ അടുത്ത് പോകും, അല്ല MD കാരനുണ്ടെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ അയാളുടെ അടുത്ത് പോവുക. കാരണം കുറച്ചും കൂടി നല്ല ഒപ്പീനിയൻ ആയിരിക്കൂലേ എന്നുള്ള ഒരു സെലക്ഷൻ, ഇത് നമ്മൾ ജീവിതത്തിൽ നോർമലി ചെയ്യുന്നതാണ്. അപ്പോൾ കരിയറിൻ്റെ കാര്യത്തിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ ആരും റെസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ആരും ജോലി തരാൻ പോകുന്നില്ല. പകരം ആ ജോലിയിൽ എത്രമാത്രം സോഫിസ്റ്റിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, എത്രമാത്രം എക്സലൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, എത്രമാത്രം ഒരു ക്വാളിറ്റി ഒപ്പീനിയൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമല്ല, ഒരു പരിധി വരേക്കും അതൊക്കെ നിങ്ങൾ ഷോക്കേസ് ചെയ്യാനും പറ്റണം. ബ്രാൻഡിങ് എന്ന് പറയും അല്ലേ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നാലാളെ മുൻപിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും കൂടെ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ ഇൻകം ഏണിംഗ് ഓപ്പർച്യൂണിറ്റികളെ ഒരുപാട് വർദ്ധിപ്പിക്കും. അപ്പം ഞാനിത് ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെവല്യൂഷനെ നമ്മൾ വിളിക്കുന്നത് ഏജ് ഓഫ് AI എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ്. ലോകത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത് ബുദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഒന്നും ബുദ്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെയൊക്കെ ബുദ്ധിയുടെ സൈസ് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ സൈസ് എത്രയോ ലക്ഷക്കണക്കിന് വർഷമായിട്ട് വലുതായിട്ടൊന്നുമില്ല, തലച്ചോറ് സെയിം സൈസ് തന്നെയാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നിട്ട് ഒരു 3-3.5 കൊല്ലമായിട്ടുള്ളൂ. ChatGPT ഒക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ആകെ ഒരു 3 വർഷമായിട്ടുള്ളൂ. പക്ഷേ വെറും 3 വർഷത്തിനകത്ത് തന്നെ ഇത് ഒരുപാട് കപ്പാസിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഏത് ലെവൽ വരേക്കുള്ള കപ്പാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ChatGPT ഒക്കെ ഒരു പോളിമാത്താണ്. പോളിമാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റുകളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പോളിമാത്ത് എന്ന് വിളിക്കുക. ഇപ്പോൾ ChatGPTക്ക് ലൈക്ക് എൻ്റെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്കൊരു മെഡിക്കൽ അഡ്വൈസ് വേണമെങ്കിൽ അത് ചോദിക്കുക, ലീഗൽ ഒപ്പീനിയൻ വേണമെങ്കിൽ ചോദിക്കുക, ചാർട്ടേഡ് അക്കൗണ്ടിനോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിക്കുക, ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിനോട് ബിസിനസ് പ്രപ്പോസൽ ഉണ്ടാക്കാൻ പറയുന്നത് ചോദിക്കുക, എഞ്ചിനീയറിംഗിലെ ഡൗട്ട് ചോദിക്കുക. ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി വിഷയങ്ങളിൽ ഇന്ന് ChatGPT ഒക്കെ ദിനം പ്രതി പുതിയ കപ്പാസിറ്റി, പുതിയ ലെവൽ ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കാലത്ത് കരിയർ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും എന്താ പറയുക നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇനിയുള്ള കാലത്ത് ഏത് കരിയറാണ് ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനിയുള്ള കാലത്ത് നമ്മൾ എന്ത് പഠിച്ചാലാണ് ജോലി കിട്ടുക, എന്ത് പഠിച്ചാലാണ് നിങ്ങൾക്കൊരു എക്സംപ്ലറി ആയിട്ടുള്ള പെർഫോമൻസ് നൽകാൻ കഴിയുക, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഇന്നലെ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. AI നിങ്ങളുടെ ജോലിയെ എങ്ങനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ്, ഒരു പയ്യനാണ്, ലൈക്ക് നിങ്ങളുടെയൊക്കെ ഏജിൽ പെട്ട ആളായിരിക്കും. അവർ പറഞ്ഞിട്ടുള്ളത് AI നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് AI വന്നത്. അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടും. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? AI അവിടെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം പ്രൊഡക്ടിവിറ്റി കൂടി AI ഒരു സ്റ്റേജ് എത്തുമ്പോൾ പറയാണ്, അല്ല ഇനി നിങ്ങൾ ആവശ്യമില്ല. അഥവാ AI ഏജൻറ്റുകൾ എന്ന് പറയുന്ന ഏജൻറ്റിക് എറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എറയിലേക്ക് AIൻ്റെ കാലം ഓൾറെഡി മാറിക്കഴിഞ്ഞു. അതായത് പല ജോലികൾക്കും നമ്മൾ ഇപ്പം ChatGPTയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ChatGPT ഉത്തരം തരുന്നു, പിന്നെ അതെടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ചോദ്യം ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ പൊതുവിൽ കാര്യങ്ങൾ നടക്കുക. ഇങ്ങനെയല്ല, ഇനി ഒരു ചോദ്യം നമ്മളൊരു ടാസ്ക് കൊടുത്താൽ മതി, അത് എവിടെയൊക്കെ പോയിട്ടാണോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഏജൻറ്റിക് AIകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയാണ് ആവശ്യം വരിക? ഇത് വലിയൊരു ചോദ്യമുണ്ട്. അപ്പോൾ AI തുടക്കത്തിൽ ഒരു പരിധി വരേക്കും ഇത് എന്താ പറയുക, നമ്മളുടെ കാര്യങ്ങളെ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് വന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് ഒരു റീപ്ലേസ്മെൻറ്റ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ പല മേഖലകളിലും നമ്മൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ, മുന്നേ നമ്മളൊരു പേഴ്സണൽ സെക്രട്ടറിനെ വെച്ചിട്ട് നമുക്ക് വരുന്ന മെയിലുകൾക്ക് റിപ്ലൈ അയക്കാനോ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഡോക്യുമെൻറ്റുകൾക്ക് സമ്മറി എഴുതാനോ, അല്ലെങ്കിൽ അതിന് റിപ്ലൈ അയക്കാനോ, അല്ലെങ്കിൽ അതിലെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാനോ ഒക്കെ ഇന്ന് ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു കൊനിഷ്ഠ ലീഗൽ നോട്ടീസ് നമുക്ക് വന്നു, ഇതിനൊരു റിപ്ലൈ കൊടുക്കണം. സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ വക്കീലിൻ്റെ ടൈം എടുത്ത് അയാളെ കാത്തു നിന്ന് അയാളുടെ ഒരു സിറ്റിങ്ങിനുള്ള ചാർജ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടി നേരെ ആ ലീഗൽ ഡോക്യുമെൻ്റ് AIക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മുൻകാല വിധികൾ എങ്ങനെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വരെ നമുക്ക് ഹൈ ക്വാളിറ്റി ഒപ്പീനിയൻ തരാൻ
ഫാസ്റ്റർ ആൻഡ് ചീപ്പർ, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഒന്ന്, നമുക്ക് സ്പോട്ടിൽ സാധനം കിട്ടും. രണ്ട്, ചീപ്പർ, ആൾമോസ്റ്റ് നിയർ സീറോ കോസ്റ്റിൽ നമുക്ക് ആ സർവീസ് കിട്ടുകയാണ്. ഇത് ഒരു ലീഗൽ ഒപ്പീനിയൻ്റെ കാര്യത്തിൽ. ഇതേ കാര്യം നിങ്ങൾക്ക് മെഡിക്കൽ ഒപ്പീനിയനിൽ കിട്ടും. ഇതേ കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഏത് ഇൻ്റലിജൻസ് വർക്കിലും കിട്ടും. ഇൻ്റലിജൻസ് വർക്ക് പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലികൾ. അപ്പോൾ ആദ്യ കാലങ്ങളിൽ മസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെയാണ് യന്ത്രങ്ങൾ റീപ്ലേസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, ഇന്ന് ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളെ കൂടി യന്ത്രങ്ങൾ ഒരു പരിധി വരേക്കും അപ്രസക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു മോശം കാലമാകുമോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള സിസ്റ്റംസിന് മാറ്റം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ലോകം മോശമാകുമെന്നുള്ളതല്ല. നമ്മൾ ഇത്രയും കാലം പരിചയപ്പെട്ടിരുന്ന സിസ്റ്റംസ് ഇങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പേരിൽ ലോകം മോശമാകാൻ പോകുന്നില്ല. പകരം ഇത്തരം ടൂളുകളെ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് പുതിയ ജോലികൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഓരോ വ്യക്തിയുടെയും പ്രൊഡക്ടിവിറ്റി 10x ആക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ JCBയുടെ ഒക്കെ എക്സാമ്പിളാണ്. നമുക്ക് ഒരു മനുഷ്യന് ഒരു കുഴി ഒഴിക്കാൻ പറഞ്ഞാൽ അയാളൊരു ദിവസം മുഴുവൻ ഇരുന്ന് കുഴിച്ചാലും ഒരു 5 അടിയോ 10 അടിയോ ഒന്നും അതിൻ്റെ അപ്പുറത്തേക്ക് കുഴിക്കാൻ പറ്റില്ല. പക്ഷേ JCB വന്നിട്ട് ഒറ്റ മാന്തിയാൽ, അപ്പോൾ നമുക്ക് ഒരുപാട് ഏരിയ വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ടിവിറ്റി ബൂം ഉണ്ടായില്ലേ JCB ഒക്കെ വന്നപ്പോൾ. അത് മസിലിനെയാണ്, നമ്മൾ മസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ലേബറുകൾക്കാണ് ആ ഡിഫറൻസ് വന്നത്. ശരിക്കും ഇതേ മാറ്റം ഇൻ്റലിജൻസ് ലേബറിലും ഇന്നുണ്ട്. പക്ഷേ ഇത് എത്ര ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. അപ്പോൾ നമ്മൾ മുൻപ് പൈസ കൊടുത്ത് നേടിയെടുത്തിരുന്ന പല വർക്കുകളും ഇന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കണ്ടൻറ്റ് എഴുതാനോ കോപ്പിറൈറ്റ് ചെയ്യാനോ എന്ത് കാര്യങ്ങൾക്കും, ഇപ്പോൾ ഞാൻ നേരത്തെ മുസ്തഫ സാഹിബിനോട് സംസാരിച്ച സമയത്ത് പുള്ളി പറയാണ്, ഭാവി പത്രങ്ങളുടെ മീഡിയകളുടെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി ചോദിച്ചു. ഞാൻ പുള്ളിനോട് സിമ്പിളായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ചെയ്യുന്ന വർക്ക് ഒരു തരി പോലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾക്ക് 10-1 സ്റ്റാഫിനെ വെച്ച് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ന് ഇവിടെ ഉണ്ട്. അതായത് നാളെയോ മറ്റന്നാളോ അതിൻ്റെ പിറ്റേന്നോ 2070 എന്നൊക്കെ നമ്മൾ അവതാരകൻ നേരത്തെ എന്നെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞല്ലോ. അല്ല, ആക്ച്വലി അത് ഇന്ന് ചെയ്യാൻ പറ്റിയ ടെക്നോളജി ഇവിടെ ഉണ്ട്. എനിക്ക് ടൈം തരികയാണെങ്കിൽ ഞാൻ മൂപ്പർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ബട്ട് ദെൻ, അതായത് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ട്. എല്ലാ മേഖലയിലും ഇൻ്റലിജൻസ് ഡിസ്റപ്ഷൻ എന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒൺലി തിങ്, നമ്മൾ ആ മേഖലയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഞാനൊരു ഇതായിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ശരിക്കും അതിനെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താ വെച്ചാൽ ഒരു അസംഷൻ ഉണ്ട് ആൾക്കാർക്ക്. ഇപ്പോൾ 10 വർക്കാണുള്ളത്, അപ്പോൾ 10 വർക്ക് AI ചെയ്താൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കും. അല്ല, ഇപ്പോൾ 10 വർക്കാണുള്ളത്, അത് ചെയ്യാൻ 10 ആൾക്കാരുണ്ട്. അവർക്ക് AI കൂടെ കൊടുത്താൽ 100 വർക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി വരൂലേ? തിങ്ക് ഇൻ ദാറ്റ്, ലൈക്ക് സ്കെയിലിൽ തിങ്ക് ചെയ്യുക. സ്കെയിലിൽ തിങ്ക് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യണമെന്നില്ല, നമ്മുടെ ഇമ്പാക്റ്റിനെ 10 ഇരട്ടി വലുതാക്കാൻ വേണ്ടിയിട്ടും ചെയ്യാം. ഇത് തിങ്കിങ് സ്റ്റൈൽ അനുസരിച്ചാണ്. മനുഷ്യർ എങ്ങനെ ഇതിനൊക്കെ നോക്കിക്കാണുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളുടെയും സ്കോപ്പ് കിടക്കുന്നത്. അപ്പോൾ AI വന്ന് ഇനി പണി പോകുമെന്ന് ആലോചിക്കുന്നതിന് പകരം AI വന്നു, എൻ്റെ പണി എനിക്ക് ഈസിയാക്കാം, എനിക്ക് കുറച്ചും കൂടെ ബിഗ്ഗർ ടാസ്കുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള ചിന്ത വരണം. അപ്പോൾ നിങ്ങളൊക്കെ ഒരു കോഴ്സ് എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട എത്രേ ഉള്ളൂ, കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം, പഠിക്കാം. കാരണം നിങ്ങൾക്ക് അതിലൊരു ബേസിക് നോളജ് നിർബന്ധമാണ്. എന്നിട്ട് അതിൽ AI അപ്ലൈ ചെയ്ത് ഒരു ഹയർ ലെവൽ എങ്ങനെ ചെയ്യാം, 10 ഇരട്ടി ടാസ്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന, ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇന്ന് AI ചെയ്തു തരും അതൊക്കെ. അപ്പോൾ ഒരു പരിധി വരേക്ക് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ എല്ലാവരും ഇത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് ഭയങ്കര ടഫായിരുന്നു. എന്താ വെച്ചാൽ AI എങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കിയാലും അതിൽ ഇംഗ്ലീഷൊക്കെ എഴുതാൻ പറഞ്ഞാൽ വൃത്തികേടായിട്ടേ വരുള്ളൂ, ഒരു തീരെ വൃത്തിയില്ലാണ്ട് വരിക. പക്ഷെ ഒരു 2-3 മാസം മുൻപേ ChatGPTയുടെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നതോട് കൂടിയിട്ട് പോസ്റ്റർ ഉണ്ടാക്കാൻ ഇന്ന് ആവശ്യമില്ല. ഞങ്ങളുടെ ഓഫീസിലുള്ള ഒട്ടുമിക്ക പോസ്റ്റർ ഇപ്പോൾ AI ആണ് ഉണ്ടാക്കുന്നത്, ബ്രോഷറുകൾ AI ആണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ അത്ര മതി. അതായത് ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ അതിനെ ഒരു ഭയങ്കര പവർഫുൾ ടൂളായിട്ടാണ് കണ്ടത്. എന്താ വെച്ചാൽ നമ്മളടുത്തൊക്കെ നല്ല ആശയങ്ങളുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് ആശയങ്ങളുണ്ടാവും. പക്ഷേ ഈ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ട്. ടെക് ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ ആപ്പ് ഉണ്ടാക്കേണ്ടി വരും, വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ സെയിൽസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കേണ്ടി വരും. ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. കാരണം ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരായിരിക്കും, ഡെഫിനറ്റ്ലി ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ നല്ല പണച്ചിലവുണ്ട്. ഈ കാരണം കൊണ്ട് നാട്ടിൽ പുറത്തിറങ്ങാത്ത അനേകായിരം ഐഡിയകളുണ്ട്. അതായത് ഇതിന് വേണ്ടി വരുന്ന ഒരു ഐഡിയയെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നതിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത കാരണം
മാർക്കറ്റിൽ ഇറങ്ങാത്ത അനേകായിരം പ്രൊഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ അനേകായിരം ബിസിനസ് ഐഡിയകളുണ്ട്. പക്ഷേ ഇന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ചാറ്റ് GPT ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി ഒരു ഐഡിയ ആയിട്ട് നമ്മളെടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു ബിസിനസ് കൺസൾട്ടൻറ്റിനോടോ നമ്മുടെ നാട്ടിലുള്ള കാര്യപ്പെട്ട അറിയുന്ന ആളോടോ പോയിട്ട് ഡിസ്കസ് ചെയ്യും. ഐഡിയ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഐഡിയ നല്ലതാണോ മോശമാണോ എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോകും. ബിസിനസ് കൺസൾട്ടൻറ്റ് അവരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് പ്രൊജക്റ്റിനെ ബില്ല് ചെയ്യും. ഓൺ ആൻ ആവറേജ് ഒരു 1 ലക്ഷം മുതൽ 5 ലക്ഷമാണ് ആവറേജ് ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്പോസൽ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ് കൺസൾട്ടൻറ്റുകൾ വാങ്ങാം. പക്ഷേ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചാറ്റ് GPT ഒക്കെ ഉപയോഗിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ വെറ്റ് ചെയ്യാനെന്ന് വേറെ ആരും വേണ്ട. റിയലിസ്റ്റിക്കലി പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ചോദ്യങ്ങൾ മറുചോദ്യം ചോദിച്ച് ഇനി ചാറ്റ് GPTയോട് പറയാം, നീ ഈ ബിസിനസ് ഐഡിയക്ക് കണ്ട ഒരു 20 പോസിറ്റീവ്സ് ഇങ്ങോട്ട് പറയാൻ 20 നെഗറ്റീവ്സ് പറയാം. എന്നിട്ട് എന്താ പറയുക, കേസ് സ്റ്റഡികൾ, ഒരു ഈ ബിസിനസ് തകരാനുള്ള ഒരു 20 ചാൻസ് പറയാം. ഇങ്ങനെ അതിനോട് തന്നെ ഇൻറ്ററാക്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റിൽപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് 0 ആകും. ഇതുപോലെ നിങ്ങൾക്ക് ബ്രാൻഡിങ് മെറ്റീരിയൽ, മാർക്കറ്റിംഗ് മെറ്റീരിയൽ, ഇതൊക്കെ ഇന്ന് AIക്ക് നിർമ്മിക്കാൻ പറ്റും. നിങ്ങൾ നോക്കുന്നത് എന്താണെന്നറിയോ, ചാറ്റ് GPTയുടെ ഫ്രീ വേർഷൻ ആയിരിക്കും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. ചാറ്റ് GPTയുടെ ഫ്രീ വേർഷൻ ഒരു തവണയെങ്കിലും ഉപയോഗിച്ച എത്ര പേരുണ്ട്? ആൾമോസ്റ്റ് ഇത് ഒരു കൊല്ലം മുന്നേ ചോദിക്കുമ്പോൾ ഇതിലൊരു പകുതി പേരും കൈ പൊക്കാറില്ല കേട്ടോ. കഴിഞ്ഞൊരു കൊല്ലത്തിനകത്ത് ഇതിൻ്റെ അഡോപ്ഷൻ റേറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഒരുപാട് ന്യൂജൻ കുട്ടികൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്താണെന്നറിയോ, ജിബ്ലി ട്രെൻഡ് വന്നപ്പോഴാണ്. കുറച്ച് മുൻപ് ജിബ്ലി ട്രെൻഡ് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിച്ചു. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ജിബ്ലി ട്രെൻഡ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ്. ഒരു സാധനത്തെ എടുത്തിട്ട് ജിബിലി ആക്കുന്നതല്ല അതിൻ്റെ എബിലിറ്റി. ഒരാശയം കൊടുത്തിട്ട് അതിനെ അനിമേഷൻ ത്രൂ എക്സ്പ്രസ് ചെയ്യാൻ AIക്ക് എബിലിറ്റി വന്നപ്പോഴാണ് ജിബിലി ട്രെൻഡ് പുറത്തേക്ക് വന്നത്. 90% ആൾക്കാർ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് അവരത് മാത്രമേ കണ്ടതുള്ളൂ. പക്ഷേ അതിൻ്റെ ബിഗർ പിക്ചർ ആലോചിക്കുക. ഐസക് ന്യൂട്ടൻ്റെ തിയറി പോലും നല്ല ഒരു ചിത്രത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ ഇന്ന് AIക്ക് എബിലിറ്റി നേടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, എത്ര പേര് പെയ്ഡ് AI ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്? ചാറ്റ് GPTയുടെ പ്ലസ് വേർഷന് $20. എത്ര പേരുണ്ട്? ആരുമില്ലല്ലോ. $200 അപ്പോൾ ചോദിക്കണ്ടല്ലോ. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അതായത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ലൈഫ് ലെസൺ പറഞ്ഞുതരാം. എന്ത് സാധനവും എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ചാറ്റ് GPT ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്കെന്താ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ സിമ്പിൾ റീസൺ, അത് എല്ലാവരുടെയും കയ്യിലുണ്ട്. നിങ്ങൾക്ക് അതിനെക്കൊണ്ട് ഗുണമില്ല. ഇപ്പോൾ നാട്ടിൽ പണ്ടത്തെ കാലത്ത്, നേരത്തെ PT റഹീംക്ക പറഞ്ഞല്ലോ, SSLC 211 മാർക്കിലാണ് ജയിച്ചത്. നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ഫുൾ A+ വാങ്ങിയ ആളാണ്. പക്ഷേ അന്ന് 210 മാർക്ക് വാങ്ങിയവരില്ല മനുഷ്യന്മാരെ, 10% ആൾക്കാർ പോലും ഇല്ല. അപ്പോൾ അന്ന് അത്രയെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ സ്കൂൾ ടീച്ചറായിരിക്കും. അന്നത്തെ ആൾ സ്കൂൾ ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു പ്രമാണിയായിരിക്കും. ഞാൻ 10ാം ക്ലാസ് പാസ്സായ ആളാന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, തോറ്റ ആൾക്കാർക്ക് കുഴിമന്തി ഫ്രീ. കാരണം അതില്ല, തോറ്റ ആൾക്കാരില്ല. ഇനി തോറ്റു എന്ന് പറഞ്ഞിട്ട് അവർ ആ കുഴിമന്തി വാങ്ങാനും പോകില്ല. അതിനേക്കാളും വലിയ ഇൻസൾട്ട് ഉണ്ടോ? ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കൂലേ? അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു നാട്ടിൽ ഇതൊരു ബേസിക് സ്റ്റാൻഡേർഡായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചാറ്റ് GPTയുടെ $200 വെർഷനാണ് ഉപയോഗിക്കുന്നത്. $200 എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയാം, കേരളത്തിൽ ഇങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. ഒരു മാസം 18,000 രൂപ എടുക്കണം. AIക്ക് ഒരു മാസം 18,000 രൂപ കൊടുക്കാനുള്ള പ്രൊഡക്ടിവിറ്റി AIക്ക് ഉണ്ട് എന്നുള്ള ഒരു വ്യക്തമായ ബോധത്തിൽ നിന്നാണ് ഞാനത് കൊടുക്കുന്നത്. ഒരു 10 ആളുടെയെങ്കിലും പണി ഇന്ന് ഞാൻ അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. മുന്നേ ഇഡാപ്റ്റിലെ കണ്ടന്റ് റിസർച്ച് ടീമിൽ നിയർലി 7-8 പേരുണ്ടായിരുന്നു. ഇന്ന് ഒരു ചാറ്റ് GPT മതി. ഡിഫറൻസ് ഞാൻ പറയുന്നുണ്ട്. ഇത് ആൾക്കാർ ഇതിൻ്റെ യൂസ് കേസുകൾ മനസ്സിലാവുന്നതിനനുസരിച്ചിട്ട് ഈ മാറ്റം എല്ലായിടത്തും വ്യാപകമാവും. ഒരു ടെക്നോളജി വന്ന് അത് മെയിൻ സ്ട്രീം ടെക്നോളജി ആവാൻ ഏകദേശം 7 വർഷമാണ് ഹിസ്റ്ററിക്കലി എടുത്തിട്ടുള്ളത്. സ്മാർട്ട് ഫോണുകൾ വന്നു. സ്മാർട്ട് ഫോണുകളൊക്കെ 2008, 2010 ആ പീരീഡിലൊക്കെ സ്മാർട്ട് ഫോണുകളുണ്ട്. പക്ഷേ 2015 ശേഷമാണ് അത് നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന തരത്തിലേക്കൊക്കെ വന്നത്. ഇത് എല്ലാ ടെക്നോളജിയുടെ കാര്യത്തിലുണ്ട്. അതായത് ഒരു മെയിൻ സ്ട്രീം അഡോപ്ഷൻ.
കാരണം വെച്ചാൽ സാധാരണക്കാരൊക്കെ ഇതൊരു നിത്യോപയോഗ സാധനമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് വരുന്ന ഒരു പോയിന്റ് വരേക്കും ഒരു നോർമലി 7 ഇയർ ഒക്കെയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ChatGPT ഈ 7 ഇയർ കടക്കണം എന്നുണ്ടെങ്കിൽ, ChatGPT എന്നുള്ളതല്ല, ജനറലി ഏത് കോമൺ മാനും AI ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 2030 ആവുന്ന പറയുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങൾ അത്ര മനസ്സിലാക്കിയാൽ മതി, എല്ലാവർക്കും ഒരു സാധനം അവൈലബിൾ ആണെങ്കിൽ ദർ ഈസ് നോ എക്കണോമിക് വാല്യൂ ഫോർ ദാറ്റ്. ഇപ്പോൾ എല്ലാവരും ശ്വസിക്കുന്നില്ലേ, എയർ ഉണ്ടല്ലോ, അതിന് എക്കണോമിക് വാല്യൂ ഇല്ലല്ലോ, കാരണം അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. നേരെ മറിച്ച് ഒരു കുപ്പി വെള്ളത്തിൽ കുറച്ച് എന്തെങ്കിലും ഫ്ലേവർ ചെയ്തിട്ട് അത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു എക്കണോമിക് വാല്യൂ അവിടെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തു അല്ലേ. ചിലപ്പോൾ തൊട്ടപ്പുറത്തെ കിണറ്റിൽ വെറുതെ കിട്ടുന്ന വെള്ളമായിരിക്കും, അതിനെടുത്തിട്ട് ബോട്ടിലാക്കി ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇവിടെ അത് എല്ലാവർക്കും അവൈലബിൾ അല്ല എന്നുള്ള കാരണം കൊണ്ട് അതിനൊരു എക്കണോമിക് വാല്യൂ ഉണ്ടാവുകയാണ്. ഇതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെ എക്കണോമിക് വാല്യൂ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ ആവറേജ് ഇൻ്റലിജൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ചെയ്യില്ലെങ്കിൽ ഞാൻ അപ്പുറത്തെ ആളെ കൊണ്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ ആളെ കൊണ്ട് ചെയ്യിക്കും എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് അതിനെ വെച്ചിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മേലേക്ക് നിൽക്കണം. കുറച്ചും കൂടെ മേലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബിഗർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് എക്കണോമിക് വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ ChatGPTയുടെ $200 പ്ലാൻ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. കേസ് സ്റ്റഡികൾ ചെയ്യാൻ, റിസർച്ച് ചെയ്യാൻ. മുന്നൊക്കെ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ടീമിനൊരു ടാസ്ക് കൊടുത്താൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഓല റിപ്പോർട്ടും കൊണ്ടുവരും. അതന്നെ ഞാൻ 4 തവണ ഓർമ്മിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ഇവിടെ കമ്പനിയൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ധാരണയുണ്ടാവും. അതായത് ഒരു സ്റ്റാഫിന് ഓർമ്മ ഉണ്ടാവില്ല, നമുക്ക് ഓർമ്മ വേണം സ്റ്റാഫിനാ പണി കൊടുത്തിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ ഓലായിട്ട് ഒരിക്കലും അത് നമ്മളെ റിമൈൻഡ് ചെയ്യില്ല. ഹോംവർക്ക് നമ്മൾ ടീച്ചറിനെ റിമൈൻഡ് ചെയ്യാതിരിക്കുന്ന പോലെ. ആരെങ്കിലും ഹോംവർക്ക് ചെയ്തിക്കണമെന്നുണ്ടെങ്കിലും എന്തില്ല പറയാൻ നമ്മൾ സമ്മതിക്കില്ല, കാരണം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേ കാരണം കൊണ്ട് ഒരു ടീമിന് നമ്മളൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം പിന്നെയും പൊങ്ങി വരുള്ളൂ. അടുത്തത് അപ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറിയിട്ടുണ്ടാവും. അതുമല്ല ഇവർ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേ ആവില്ല ചെയ്തിട്ടുണ്ടാവുക. 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഞാൻ കണക്കൂട്ടുക 7 ആൾ ആ ടാസ്കിലുണ്ടായിരുന്നു. ഇവനൊക്കെ ഏകദേശം 30,000-35,000 വെച്ച് മാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 10 ദിവസം കണ്ട് ഇവർ ബേൺ ചെയ്തിട്ടുള്ളത് ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. കാരണം 10 ദിവസം ഇവർ വേസ്റ്റ് ചെയ്തില്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് അവിടെ ഉള്ള നഷ്ടം എന്ന് പറയുന്നത് ഒരു 1.5 ലക്ഷം രൂപയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാനിവിടെ രാവിലെ 9 മണി വന്ന് വൈകുന്നേരം 6 മണി വരെ ഇവിടെ ഇരുന്നില്ലേ എന്നുള്ളതായിരിക്കും അവരെ മൈൻഡിലുണ്ടാവുക. നമ്മൾ ഇവരുടെ അറ്റൻഡൻസിനല്ല ശമ്പളം കൊടുക്കുന്നത്, ഇവരുടെ പ്രൊഡക്ടിവിറ്റിക്കാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 10 ഡേയ്സിലെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു വർക്കാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റാണ്. ബേസിക്കലി കമ്പനിക്ക് ഒരു 1.5 ലക്ഷം രൂപ നഷ്ടമാണ് ആ ഒരു 10 ദിവസത്തിലുണ്ടായിരിക്കുക. പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് ChatGPTയുടെ കാലത്ത് ഇന്ന് ChatGPTക്കൊക്കെ ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഫ്രീ വേർഷനിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പെയ്ഡ് വേർഷനിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് വിഷയത്തെക്കുറിച്ചും നമുക്ക് ഒരു PhD ഉള്ള 5 സ്റ്റാഫ് ചെയ്തു തരുന്നതിനേക്കാൾ ഹൈ ക്വാളിറ്റി റിസൾട്ട് ഇന്ന് തരും. ഈവൻ മെഡിക്കൽ ഒപ്പീനിയനൊന്നും മുന്നൊക്കെ കുറച്ചൊരു സുല്ലിട്ടിട്ടാണ് പറയുക. അതായത് നിങ്ങൾ മെഡിക്കൽ പ്രൊഫഷണലിനെയും കൂടെ കണ്ടിട്ട് തീരുമാനം എടുത്താൽ മതി കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇപ്പം സ്ട്രൈറ്റ് ഫോർവേഡാണ്. എന്താ വെച്ചാൽ ഇത് ചെയ്തോ അത് ചെയ്തോ. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഡയറ്റ് പ്ലാനൊക്കെ AI വെച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഈ AI ആണ് ഉപയോഗിക്കുന്നത്, $200 AI ആണ്. അപ്പോൾ AI ഞാൻ അത്ഭുതപ്പെട്ട വിഷയം എന്താ വെച്ചാൽ എൻ്റെ ആപ്പിൾ വാച്ച് എന്നുള്ള ഡാറ്റ പുൾ ചെയ്തിട്ട് എനിക്ക് ഏതൊക്കെ സമയത്താണ് ഞാൻ നിൽക്കേണ്ടത് നടക്കേണ്ടത് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നു. എന്നിട്ട് എന്നോട് AI റെക്കമെൻഡ് ചെയ്തു LFT, RFT, ലിപ്പിഡ് പ്രൊഫൈൽ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ. ഞാൻ ഇത് കൊടുത്ത സമയത്ത് എനിക്ക് സപ്ലിമെൻറ്റ്സ് സജസ്റ്റ് ചെയ്തു. അതായത് ഇന്ന സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ നിങ്ങൾക്ക് പീക്ക് പെർഫോമൻസിൽ വർക്ക് ചെയ്യാം. പീക്ക് പെർഫോമൻസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ക്വാളിറ്റി ഡിസിഷൻസ് എടുക്കുന്ന ടൈം ഉണ്ടാവില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറേ ആശയങ്ങളൊക്കെ വരുന്നവരുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ പീക്ക് പെർഫോമൻസ് ടൈം ചിലപ്പോൾ ആ സമയമായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെയിലി ബേസിസിൽ ഇപ്പോൾ പകലൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് രാത്രി ആക്റ്റീവ് ആകുന്നതിന് പകരം ഡെയിലി ത്രൂ ഔട്ടായിട്ട് നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ എല്ലാവർക്കും ചിലപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല. ചിലപ്പോൾ അത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിരിക്കും, ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കുറഞ്ഞതായിരിക്കും. എന്നോട് പറഞ്ഞത് എനിക്ക് അത്യാവശ്യം തടിയും വണ്ണമൊക്കെ ഉണ്ടെങ്കിലും ഹീമോഗ്ലോബിൻ കുറവാണെന്നാണ് പറഞ്ഞത്.
അപ്പോൾ അത് നിങ്ങളുടെ എനർജി ലെവലിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന സംഭവം എടുത്താൽ മതി, അയൺ ഗുളിക എടുത്താൽ മതി, ബാക്കിയുള്ള എടുത്താൽ മതി. അതിൻ്റെ ഡോസേജ് അടക്കം പറഞ്ഞിരുന്നത്. എന്നിട്ട് ഡോസേജിനെ തന്നെ അത് സ്റ്റെപ്പായിട്ടാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഹയർ ഡോസിൽ വേണം. 8 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഡോസേജ് കുറക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. ഇത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു മെഡിക്കൽ ഡോക്ടർ പോലും ഇത്ര ക്വാളിറ്റി ഒപ്പീനിയൻ ഇത്ര കുറഞ്ഞ സമയത്തിനകത്ത് ചെയ്യില്ല. വെരി ക്ലിയർലി ഡെയിലി രാവിലെ ഞാൻ എന്ത് വർക്കൗട്ട് ചെയ്തു എന്ന് അതിനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാളെ ചെയ്യേണ്ട വേരിയേഷൻ പറഞ്ഞു തരും, നെക്സ്റ്റ് ഡേയിൽ ചെയ്യേണ്ടത് ഇങ്ങനത്തതാണെന്ന് പറഞ്ഞു തരും, ഇന്ന മസിൽ ഗ്രൂപ്പ് പറഞ്ഞു തരും. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞത് അറിയാം, ഇത് നിങ്ങൾക്കൊരു ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്. ഒരു 20 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 30 കൊല്ലം മുൻപേ പേഴ്സണൽ ഇപ്പം ഇന്ന് ഭയങ്കര ട്രെൻഡിങ് ആണ് പേഴ്സണൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആശയമില്ലേ. ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പൊക്കാൻ പറ്റാത്ത സാധനങ്ങൾ പൊക്കിപ്പിച്ച് അത് താഴെ വെക്കുമ്പോൾ അടിപൊളി എന്ന് പറയാനുള്ള ആൾക്കാരാണ് പേഴ്സണൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഭയങ്കര ബൂമിങ് കരിയറാണ്. ഇന്ന് ഒരുപാട് ആൾക്കാർ ആ മേഖലയിൽ ജോലി നേടുന്നുണ്ട്. അതിന് സർട്ടിഫിക്കേഷൻ കോഴ്സൊക്കെ ഉണ്ട്. പക്ഷേ സർട്ടിഫിക്കേഷനൊന്നും ഇല്ലാതെ തന്നെ അല്പസ്വല്പം ജിമ്മിലൊക്കെ പോയ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇപ്പോൾ ഇന്ന് പേഴ്സണൽ ട്രെയിനറാണ്. ആ ഇൻഡസ്ട്രിയൊക്കെ ഇപ്പോൾ ഡിസ്റപ്റ്റഡ് ആകും. റീസൺ എന്താ വെച്ചാൽ ഒരു 20 കൊല്ലം മുന്നേ അങ്ങനെ ഒരു ജോബ് ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ അന്ന് ജീവിച്ച ആൾക്കാർക്കൊന്നും ഒരു പക്ഷേ അതൊരു ജോബായിട്ടോ കരിയറായിട്ടോ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പേര് പറയില്ല. പുള്ളി ഇതേ പേഴ്സണൽ ട്രെയിനിങ്ങിനെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് കുറേ ട്രെയിനർമാരെയൊക്കെ വെച്ച് കോടികൾ വർഷത്തിലുണ്ടാക്കുന്നുണ്ട്. കോടികൾ, ഞാൻ പറയുന്ന ലക്ഷങ്ങളിൽ പോലുമല്ല, കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ആ പേരുകൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഞാൻ പറയുന്നില്ല. സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലും ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ ജോബുകൾ പോലും ഡിസ്റപ്റ്റഡ് ആകുന്ന ഒരു സാഹചര്യം ഇന്ന് AI വഴി ഉണ്ടാവുന്നുണ്ട്. ഇത് ഞാൻ ഒരു ഡേഞ്ചർ സിനാരിയോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്. ഇത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഫ്ലഡിൽ വെള്ളം കയറുന്ന പോലെ AI ഓരോ ദിവസവും പുതിയ കപ്പാസിറ്റികൾ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. AI ഓരോ പുതിയ കപ്പാസിറ്റി അച്ചീവ് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. എങ്ങനെയാണെന്നറിയോ? ഒന്ന്, ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് ഉണ്ടാകും. ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നാട്ടിൽ എല്ലാവരും അറിയുന്നതിന് മുൻപ് ഞാനതറിഞ്ഞു, അപ്പോൾ ഞാനത് പൈസ ഉണ്ടാക്കി. എല്ലാവരും അറിഞ്ഞപ്പോൾ പിന്നെ അതിന് വാല്യൂ ഇല്ല. എല്ലാവരും അറിഞ്ഞപ്പോൾ പിന്നെ അതിന് വാല്യൂ ഇല്ല. അപ്പോൾ ഈ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഈ AIയിലോ മറ്റുള്ളതിലൊക്കെ നടക്കുന്ന ട്രെൻഡുകളെ നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് AI എന്താണ് പുതിയ കപ്പാസിറ്റി അച്ചീവ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് മുന്നേ അതിനെ ബേസ് ചെയ്തൊരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടാക്കി അതിനെ നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തേത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹയർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റംസിനെ ലെവറേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെസ്സേജ്, അതായത് ഇറ്റ് ക്യാൻ ബി ലൈക്ക് ഏത് ഇൻഡസ്ട്രിയിലും ലെവറേജ് ചെയ്യാം. ഇപ്പോൾ ആർക്കും പോയിട്ട് പേഴ്സണൽ ട്രെയിനിങ്ങിൽ AI ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, റിയാലിറ്റി പറഞ്ഞുതരാം. പേഴ്സണൽ ട്രെയിനിങ്ങിനെ കുറിച്ചും ജിമ്മിനെ കുറിച്ചും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചും അത്യാവശ്യം ഹെൽത്തിനെ കുറിച്ചും ന്യൂട്രീഷനെ കുറിച്ചും ധാരണയുള്ള ഒരാൾക്ക് ആ വിഷയത്തിൽ അയാൾ AI ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ റിസൾട്ട് ആംപ്ലിഫൈഡ് ആയിരിക്കും. അല്ലാതെ ഒന്നും അറിയാത്ത ആൾക്ക് ഇതിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഇതിലേതാ നല്ലതെന്ന് ചോദിച്ചാലേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുള്ള ആൾക്ക് ഇത് നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വായക്കൊരു രുചിയില്ല എന്ന് വെക്കുക, ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ പറയാൻ പറ്റുമോ? ഇതേപോലെ തന്നെയാണ് ബേസിക് നോളേജ് ഇല്ലാതെ നിങ്ങൾക്ക് AI കിട്ടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. AI എല്ലാവർക്കും നിങ്ങൾ ChatGPT ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സൂപ്പർ പവറും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് എബിലിറ്റി ആണോ ഉള്ളത് അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ AIക്ക് പറ്റുള്ളൂ. അല്ലാതെ 0x5 ആണെന്നുണ്ടെങ്കിലും 0 ആണ്. അപ്പോൾ നിങ്ങൾ 0 ആണെങ്കിൽ എന്ത് ChatGPT ഉണ്ടായിട്ടും കാര്യമില്ല, നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളൊരു 5 ആവണം. ആ 5ലേക്ക് ChatGPTയുടെ 5ഉം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് 25ൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാം. ഇത് മറ്റുള്ളവർ ചെയ്യുന്നതിന് മുന്നേ ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു ലെസണാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ
നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, നമ്മൾ സ്കൂളിലെ ഗ്രേഡിംഗ് സിസ്റ്റംസ് ഒക്കെ ഈ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നേറേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാ ജോലിയിലും ഞാൻ അഗെയിൻ ആൻഡ് അഗെയിൻ പറയാണ്, എല്ലാ ജോലിയിലും നിങ്ങളുടെ വരുമാന സാധ്യത കിടക്കുന്നത് നിങ്ങൾ ആ ജോലിയിലേക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസോ, ലൈക്ക് എഗെയിൻ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, ഇത് കുട്ടികൾ കൂടുതലുള്ളതുകൊണ്ടാണ് ആ കാര്യം ഒന്നുകൂടെ പറയുന്നത്. ഒരു ജോലിയുടെ വരുമാന സാധ്യത എന്തൊക്കെ അടിസ്ഥാനത്തിലാണുള്ളത് നോക്കുക. ഇപ്പോൾ എല്ലാവരുടെയും സമയത്തിന് ഒരേ വിലയാണോ? അല്ല. എല്ലാവരുടെ സമയത്തിന് ഒരേ വില അല്ലാത്തത് കൊണ്ടാണ് ചില ആൾക്കാർ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ചിലപ്പോൾ നടന്നു പോകും. കാരണം എന്താ? ടൈം കുറേ ഫ്രീ ഉണ്ടല്ലോ, അപ്പോൾ നടന്നു പോകാം. ചില ആൾക്കാർക്ക് കാറിൽ പോയാൽ പോലും എന്താ പറയുക, ടൈം കൂടുതൽ എടുക്കുന്ന പോലെ ഉണ്ടാവും. ഹെലികോപ്റ്ററിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ, കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ട്. ഇനി എന്താ പറയുക, കുറച്ചും കൂടെ വേഗത്തിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് US പോകുന്ന ആൾക്കാർ ഇനി ഈ മിസൈലുകളുടെയൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പോകുന്ന പരിപാടി പറയുന്നുണ്ടല്ലോ, ഓർബിറ്റൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ലോകം ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് വേഗത്തിലും മറ്റുമൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന ടെക്നോളജികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ടൈമിന് ഒരേ വാല്യൂ അല്ല. ഒരാൾ അയാളുടെ ടൈമിൻ്റെ വാല്യൂ അച്ചീവ് ചെയ്യുന്നത് അയാൾ നാട്ടിലുണ്ടാക്കുന്ന കോൺട്രിബ്യൂഷൻസ് അനുസരിച്ചാണ്. എല്ലാവരുടെയും ടൈമിന് ഒരേ വാല്യൂ അല്ല, പക്ഷേ എല്ലാവർക്കും ഒരേ യൂണിറ്റ് ഓഫ് ടൈമാണുള്ളത്. എല്ലാവർക്കും 24 hours ഒരു ദിവസം ഉള്ളത്, എല്ലാവർക്കും. അത് ഇലോൺ മസ്കിനാണെങ്കിലും ശരി, നമുക്കാണെങ്കിലും ശരി, 24 hours ഉള്ളത്. അപ്പോൾ ഒരാൾ എങ്ങനെയാണ് അയാളുടെ ടൈമിൻ്റെ യൂട്ടിലിറ്റി ആംപ്ലിഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അയാൾ നോളജ് നേടിയെടുക്കുന്നുണ്ടാവും, അയാൾ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും, അയാൾ ഒരു പക്ഷേ നല്ല എക്കണോമിക് ആക്ടിവിറ്റി ഉള്ള സ്ഥലത്തായിരിക്കാം ജീവിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇവിടെ ചെയ്യുന്ന അതേ വർക്ക് ദുബായിൽ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ പേ ഉണ്ടാവും. അതേ വർക്ക് നിങ്ങൾ UK ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ പേ ഉണ്ടാവും. അതേ വർക്ക് നിങ്ങൾ US ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ പേ ഉണ്ടാവും. അപ്പോൾ ഐഡിയ എത്രയേ ഉള്ളൂ, സെയിം സർവീസസ് ഇവിടെ എന്തുകൊണ്ടാണ് ബെറ്റർ പേ ഇല്ലാത്തത്? ഇവിടെ നമ്മൾ ഹൈലി റീപ്ലേസബിൾ ആണ്. നമ്മളല്ലെങ്കിൽ അടുത്ത ആൾക്ക് ഇതേ സർവീസ് ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, നമ്മുടെ ഇൻകം ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരാളുടെ ഇൻകം ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്ച്വലി ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, എക്സ്പീരിയൻസ് വലിയൊരു ഫാക്ടറാണ്, സബ്ജക്റ്റ് നോളേജ് ഒരു ഫാക്ടറാണ്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരാളുടെ വരുമാന സാധ്യതകൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കരിയറിൽ നല്ല വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ തമ്മിൽ ഭേദമായ പോരാ, പകരം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിസൾട്ടുകൾ സൃഷ്ടിക്കാൻ കഴിയുന്നവരായിട്ട് മാറണം. അപ്പോൾ അതിന് സിമ്പിളാണ് AI ഉപയോഗിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവൃത്തികേടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ എല്ലാ മേഖലയിലും AI വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഒരു ഇൻ്റലിജൻസ് റെവല്യൂഷൻ്റെ കാലത്ത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ കോഴ്സോ അല്ലെങ്കിൽ ഇതൊന്നും എടുക്കണ്ട എന്നുള്ളതല്ല. മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം എടുക്കണം, കാരണം ബേസിക് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ടൂൾസ് ലെവറേജ് ചെയ്യാൻ അറിയണം. AI ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ 10 ഇരട്ടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയണം. സിംപ്ലി ഇപ്പോൾ പണ്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഈ പരിപാടി ഉണ്ടല്ലോ, നമ്മൾ സ്മഡ്ജ് ചെയ്യണം, മറ്റേ ബ്ലർ ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞ് ഷാർപ്പാക്കണം, കുറേ പരിപാടി ചെയ്യണം. ഇന്ന് ഐഫോണിലാണെങ്കിൽ അധിക ആപ്പിലും ഓട്ടോ അഡ്ജസ്റ്റ് ഉണ്ട് അല്ലേ, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു വിഷയത്തിനകത്ത് നോളേജ് നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ, ആ സബ്ജക്റ്റ് നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് AI ഓട്ടോമാറ്റിക്കലി അപ്ലൈഡ് ആവും. ലൈക്ക് നിങ്ങളുടെ ഒരു ബേസിക് നോളേജ് കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് AI അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ കരിയറാണോ നിങ്ങളുടെ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതേ കരിയർ റൂട്ടിൽ പോവുക. അല്ലാതെ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം വരിക AI പഠിക്കാൻ ഏതാ കോഴ്സ് നല്ലത് എന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഏത് മേഖലയിലും AI ഉപയോഗിക്കാം. അപ്പോൾ കറണ്ട് പഠിക്കാൻ ഏതാ കോഴ്സ് നല്ലതെന്ന് ചോദിക്കില്ലല്ലോ. കറണ്ട് എന്താണ്, ഈ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ധർമ്മമാണ്, ഇവിടെ എയർ കണ്ടീഷനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ധർമ്മമാണ്. അപ്പോൾ ഇതുപോലെ AI ഏത് ഇൻഡസ്ട്രിയിലാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും. AI ഒരു ഇൻ്റലിജൻസ് ആസ് എ സർവീസാണ്. മുന്നേ നമ്മൾ ഒരാൾക്ക് ശമ്പളം കൊടുത്തിട്ടാണ് ഇൻ്റലിജൻസ് ആസ് എ സർവീസ് നേടിയിരുന്നത്. എനിക്ക് ഒരു PhD ഉള്ള ഒരു അസിസ്റ്റൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ മാസം മിനിമം ഒരു 50,000 രൂപ സാലറി കൊടുക്കണം. പകരം ഇന്ന് നമ്മൾ ChatGPT ഒരു ടൂൾ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്,
മുന്നേ ഇൻ്റലിജൻസ് ആസ് എ സർവീസ്, എനിക്ക് ക്വാളിറ്റിയുള്ള ഒപ്പീനിയനുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരാളെ ഞാൻ ജോലിക്ക് വെക്കണമായിരുന്നു, ഇൻ്റലിജൻസ് ആസ് എ സർവീസ്. ഇന്ന് അത് ChatGPT ചെയ്തു തരുന്നു. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു മാറ്റം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കരിയറുകളിൽ മുൻപോട്ട് പോവുക. ഇനി അടുത്ത കുറച്ച് നേരം, ഞാൻ ഒരു 45 മിനിറ്റ്സിൻ്റെ മേലെ ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ചോദ്യങ്ങളുടെ മുകളിലുള്ള ഡിസ്കഷനുമായിട്ട് അടുത്ത കുറച്ച് നേരം മുൻപോട്ട് പോവാം. ഞാൻ ഇത്രയും പറഞ്ഞതിനെ ഒന്ന് സംഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആശയം എന്താ വെച്ചാൽ, കരിയറിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളായിരിക്കും നിങ്ങളെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദയവ് ചെയ്ത് സ്കാമുകളിൽ പോയിട്ട് പെടരുത്. ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളോ മറ്റുള്ളവരോ ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ എടുക്കേണ്ടതല്ല നിങ്ങളുടെ കരിയർ. ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾക്കൊരാൾ നിങ്ങളെ ഉപദേശിക്കുന്ന സമയത്ത് അയാളോട് തിരിച്ചൊറ്റ ചോദ്യം ചോദിക്കുക, ഓക്കെ, ഇതിൻ്റെ റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് തന്ന ഉപദേശം കാരണം അയാൾ പെടാനോ പെടാതിരിക്കാനോ ഉള്ള ചാൻസ് ഉണ്ടല്ലോ. നന്നായതിൻ്റെ ഷെയറും തരാം, മോശമായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് ചോദിക്കണം. നിങ്ങളെ ഉപദേശിക്കുന്ന ആരോടും ചോദിക്കണം. അത് നാട്ടിൻപുറത്തിരുന്ന് വെറുതെ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരോടും ചോദിക്കണം എന്നാണ് ഞാൻ പറയാം. എന്താ വെച്ചാൽ ഇന്ന് യു ആർ അറ്റ് ദാറ്റ് പോയിന്റ് വേർ നോളജ് എക്സ്പ്ലോഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. ലോകത്തുള്ള ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ വരെ നിങ്ങൾക്ക് വിരൽത്തുമ്പിൽ കിട്ടും. ഒറ്റ സാധനമേ ഉള്ളൂ, നാട്ടിലുള്ള സകല ഡിസ്ട്രാക്ഷനും ഒഴിവാക്കിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പഠിച്ച് മുന്നേറാനോ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഒരേ സാധനത്തിൽ കൂടിയാണ് വരുന്നത്. സെയിം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്ന പേജുകളുണ്ട്. പക്ഷേ നമ്മൾ ആ വഴിക്ക് പോയപ്പോൾ വേറെ വഴിയിൽ കയറിയ പോലത്തെ അവസ്ഥയായിരിക്കും മിക്ക ആൾക്കാർക്കും അവരുടെ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ. നന്നാവണം എന്ന് തീരുമാനിക്കുന്ന ഒരു കുട്ടിക്ക് ഒറ്റ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ആ ഫീച്ചർ ഉണ്ടല്ലോ, അൽഗോരിതം റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ ഉണ്ടല്ലോ, ജസ്റ്റ് നന്നാവണം എന്ന് തീരുമാനിച്ച് അത് ചെയ്താൽ മതി. പക്ഷേ എനി ജേണി കൺസിസ്റ്റൻസിയുടെ മാത്രം പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. നിങ്ങൾ ഒരുപാട് ആൾക്കാരുള്ള ഒരു നാട്ടിൽ ജനിച്ചു എന്നുള്ളതിനെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നമായി കണ്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാം. ഒരുപാട് ആൾക്കാർ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ തെറ്റൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു 60 വയസ്സോ 70 വയസ്സോ വരെയൊക്കെ ജീവിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ജീവിതം ഈ നാട് നന്നായതിനു ശേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളുന്നില്ല. അത് ഒരു ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ്, അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. ദാറ്റ്സ് വൺ വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ദ അതർ തിങ് ഈസ്, നിങ്ങൾക്ക് ഇത്രയും ആളുകളുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സാധനമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് പ്രൊഡക്റ്റുകളും സർവീസുകളൊക്കെ ഈ നാടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യമുണ്ട്, നമ്മുടെ നാട് ഒരുപാട് ബാക്കിലല്ലേ, ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ബാക്കിലാണെന്നുള്ളതാണ്. ഇവിടെ ഫുള്ള് റെഡി ആണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ ചെയ്യാനുള്ളത്? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇവിടെ കുറച്ച് പിറകിലാണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അപ്പം ആ പോകാനുണ്ട് എന്നറിയുന്നത് ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ആ പോസിബിലിറ്റി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ഗിവൺ ദാറ്റ് സ്കാമുകളിൽ പെടാതിരിക്കുക. ക്വിക്കായിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള സ്കീം പറഞ്ഞിട്ട് മണി ചെയിൻ സ്കീമുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ക്രിപ്റ്റോയിൽ കൊണ്ടുപോയിട്ട് ഇന്ന് പൈസ ഇട്ടാൽ നാളെ മുതലാളിയാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഫോണിൽ ടാപ്പ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എന്ത് എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഈ ടാപ്പിങ്ങിലൂടെ കിട്ടുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ ആൾക്കാർ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സിംപ്ലി നിങ്ങൾ എന്തിനൊക്കെ പൈസ കൊടുക്കുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വരും. നമ്മൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ട്, ഓക്കെ, അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണ്. ഫോണിന് ഡാറ്റ റീചാർജ് ചെയ്യാനോ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് സിനിമയിൽ ടിക്കറ്റ് എടുക്കാനോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുക്കാനോ, അങ്ങനെ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് സർവീസുകളുണ്ടാവും. ഫോണിൽ ടാപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിരുന്നോ? അതാണ് എൻ്റെ കാര്യം. അതായത് നമ്മളൊരു കൺസ്യൂമറാണ്, എല്ലാവരും കൺസ്യൂമറാണ്, ഓരോ ഇൻഡിവിജ്വലും കൺസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും എല്ലാം സർവീസായിട്ട് ഓഫർ ചെയ്യാൻ കഴിയില്ല. എല്ലാവർക്കും എല്ലാ സർവീസുകളും ആവശ്യം ഉണ്ടാവില്ല, അവർക്കും കൺസംഷൻ ആവശ്യം ഉണ്ടാവില്ല. ലോകം ഭയങ്കര വൈവിധ്യമായിട്ടുള്ളൊരു ലോകമാണ്, എല്ലാവർക്കും അവസരങ്ങളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. പക്ഷേ സ്കാമുകളിൽ പോയിട്ട് പെടരുത്. ഈ പ്രായത്തിൽ നിങ്ങൾ ഭയങ്കര ടെംപ്റ്റഡ് ആയിരിക്കും. കാരണം ഈ പ്രായത്തിൽ
നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, പക്ഷെ അത്ര പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. പാരൻസ് ഒരു പക്ഷേ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ചെറുപ്പത്തിൽ ചെയ്ത പോലെ ഇപ്പോൾ ചെയ്തു തരുന്നുണ്ടാവില്ല. കാരണം ചെറുപ്പത്തിൽ നിങ്ങളെ ആവശ്യം ഐസ്ക്രീം അല്ലെങ്കിൽ കഥാപുസ്തകമൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഐഫോണും അല്ലെങ്കിൽ വണ്ടിയൊക്കെ ആയിരിക്കും. അത് വെച്ചാൽ ആ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ എക്കണോമിക് വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ പാരൻസിന് അത് ഒറ്റയടിക്ക് ചിലപ്പോൾ സാധിച്ചു തരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എന്താ പറയുക, നാട് വിടാൻ തോന്നും. അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സ്കാമിൽ പോയിട്ടാണെങ്കിൽ അത് സ്കാമാണെന്ന് അറിയുന്നുണ്ടാവില്ല. ഇനി സ്കാമാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ചിന്തിക്കുക ക്വിക്കായിട്ട് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് തിരക്കിടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ പ്രായത്തിലെടുക്കുന്ന എല്ലാ ഡിസിഷനും ലൈഫ് ലോങ് നിങ്ങളെ ഹോണ്ട് ചെയ്യും. അത് കരിയറിൻ്റെ ഡിസിഷൻ ആണെങ്കിലും അതെ, നിങ്ങൾ റോങ് ആയിട്ട് എടുക്കുന്ന എന്ത് ഡിസിഷൻ ആണെങ്കിലും അതെ. നാട്ടിൽ ആൾക്കാർക്ക് ഒരിക്കലും ഉപകാരമില്ലാത്ത ഏതെങ്കിലും പോൺസി സ്കീമും കൊണ്ട് നിങ്ങൾ കുടുംബത്തിലോ നാട്ടിലൊക്കെയുള്ള നിങ്ങളുടെ ക്രെഡിബിലിറ്റി കൊന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ നാട്ടിൽ കൂടി നടക്കുന്നങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ പോകുന്ന കാണുന്ന സമയത്ത് അത് ആശിക്കല്ലേ പണ്ട് മറ്റേ മണീച്ചേനും കൊണ്ട് നടന്നിരുന്ന ആൾ, ഓനിപ്പോഴെങ്ങനെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, ആ തട്ടിപ്പറ്റി നടക്കുകയാണെന്നുള്ളത്. അത് ഇങ്ങനെ ആലോചിക്കുക ആഫ്റ്റർ 10 years എന്തായിരിക്കും എന്നുള്ളത്. ഇതേ സാധനം നിങ്ങൾക്ക് ഡ്രഗ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പ്ലഷറുകൾക്ക് പിറകിൽ പോവാൻ ഫ്രണ്ട്സോ മറ്റോ ഒക്കെ നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളിലൊരു ത്വര വരുന്ന സമയത്ത് ഇതേ കാര്യം ആലോചിക്കുക. നമ്മളാരും ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കാനല്ല ജീവിക്കുന്നത്. പഠിക്കുന്നതും ഒരു കാര്യങ്ങളും ചെയ്യുന്നത് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആക്കാനല്ല. ഗിവൺ ദാറ്റ് നമുക്ക് ഒരു കുറേ അധികം കാലം ഇവിടെ ജീവിക്കാനും ഈ ലോകത്തോട് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ഈ പോസിബിലിറ്റിയൊക്കെ ഇന്നത്തെ നിങ്ങളുടെ ഡിസിഷൻസ് ചിലപ്പോൾ അതിനെ കില്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ചിന്തിച്ച് കാര്യങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇന്ന് AI ടൂളുകൾ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു AI ടൂളിൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, അത് ബയാസ്ഡ് ആണെന്ന് തോന്നിയാൽ യൂസ് അതർ AI ടൂൾ. ഗൂഗിളിൻ്റെതുണ്ട്, ഇലോൺ മസ്കിൻ്റെതുണ്ട്, അല്ലെങ്കിൽ ആമസോണിൻ്റെ ആന്ത്രോപിക് എന്ന് പറഞ്ഞിട്ട് അവരുടെ AI ഉണ്ട്. അങ്ങനെ ഒരു മേജറായിട്ട് തന്നെ ഫൗണ്ടേഷണൽ മോഡലുകൾ എന്നാണ് പറയുക, വലിയ മോഡലുകൾ. ആ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഒരുപാട് AI ടൂളുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹയർ ക്വാളിറ്റി ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു മെൻറ്ററെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതും കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഇലോൺ മസ്കിനോട് സംസാരിച്ചിട്ടാണ് വന്നത്. ഈ യാത്ര, ഇങ്ങോട്ടുള്ള യാത്ര ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അതെന്താ ചോദിച്ചാൽ സിമ്പിളാണ്. ChatGPT പറഞ്ഞു ആക്ട് ആസ് ഇലോൺ മസ്ക്, ലെറ്റ്സ് ഹാവ് എ ബിസിനസ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ChatGPT ആരായി മാറി? ChatGPT ഇലോൺ മസ്ക് ആയിട്ട് മാറി. അല്ലാതെ അയാളെ നേരിട്ട് നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ചിന്തിച്ചതിനെക്കുറിച്ചും ഇയാളുടെ ബിസിനസ്സിനെ കുറിച്ചും ഇയാളുടെ ബിസിനസ് നോളജിനെ കുറിച്ചുമൊക്കെ ഒരുപാട് മെറ്റീരിയലുകൾ പബ്ലിക്കലി അവൈലബിൾ ആണ്. ഇതിലൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ് ChatGPT. ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇലോൺ മസ്കിനോട് സംസാരിച്ച അതേ എഫക്റ്റ് ഒരു പക്ഷേ ChatGPTയോട് ചോദിച്ചാൽ കിട്ടും. ചിലപ്പോൾ അതിനേക്കാൾ റീസൺ എന്താണെന്നറിയോ? ഇലോൺ മസ്ക് ചിലപ്പോൾ നമ്മൾ മൂപ്പരെ കാണുന്ന സമയത്ത് അയാൾ നല്ല മൂഡിലല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ പോയ അവിടെ നിന്ന് പറയും. നേരെ മറിച്ച് ChatGPT അത് പറയില്ലല്ലോ. അപ്പോൾ ChatGPTക്ക് നല്ല ക്ഷമയുണ്ട്. എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, എത്ര ഡെപ്തിൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും. ഇനി മനസ്സിലാവുന്നില്ല, ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞു തരാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു തരാൻ പറ്റും. ഇനി എനിക്ക് എന്നിട്ടൊന്നും മനസ്സിലായിട്ടില്ല, ഇതിനൊരു ചിത്രം വരച്ച് കാണിച്ചു തരാൻ പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരും. എന്നിട്ടും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അത് ചെയ്തു തരും. ഇതൊക്കെ വേറെ ആര് ചെയ്തു തരും? ഇത് നിങ്ങൾ ഒരു സാധനം നിങ്ങൾക്ക് അവൈലബിൾ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബട്ട് ദെൻ ഞാൻ ഈ കുറച്ച് നേരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്നും കൂടെ റിപ്പീറ്റ് അടിച്ചിട്ട് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നിങ്ങളൊക്കെ ഇനി ഭാവിയിൽ കരിയറിലും മറ്റുമൊക്കെ എക്സൽ ചെയ്യാനുള്ള ആൾക്കാരാണ്. എല്ലാവരും എക്സൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നിങ്ങളുടെ ബെസ്റ്റ് ഓഫ് ദ പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ എത്തണം. അതിലേക്ക് 100% നിങ്ങളുടെ നോളേജ് വലിയൊരു ടൂളായിരിക്കും. നാട്ടിൽ വലിയൊരു ശതമാനവും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ എഫേർട്ടുകളിൽ കൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോശം ഡേയിൽ പോലും നിങ്ങളുടെ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പണിയെടുക്കാം. നിങ്ങൾ ഇന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആണ് എന്ന് കരുതി നിങ്ങൾക്ക് ഇന്ന് ഒന്നും ചെയ്യാൻ മൂടില്ലാത്ത ദിവസം പോലും നിങ്ങൾക്ക് നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാം. കാരണം ഈ നല്ല നാളെ ഓട്ടോമാറ്റിക്കലി വരില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളുടെ കോമ്പൗണ്ട് എഫക്റ്റ് ആയിട്ടാണ് നാളെ നമുക്ക് ആ നല്ല നാളെ ഉണ്ടാവുക. അപ്പോൾ ഇന്നെന്താ ചെയ്യുന്നത്? എനിക്കൊരു പണിയില്ല അതുകൊണ്ട് ഞാൻ സിനിമ കാണുന്നത് എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക്
നാളെ നന്നാവണം എന്നുണ്ടെങ്കിൽ ഇന്ന് പണിയെടുക്കണം എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കരിയറിൽ നല്ല വിജയങ്ങൾ നേടും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു 4-5 ചോദ്യങ്ങളും കൂടെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ അവസരമാണ്. ഈ 4-5 എന്നുള്ളത് ഒരു 10 തരണമെന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ റെഡിയാണ്. എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. പ്രത്യേകിച്ച് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. താങ്ക് യു. എനിക്ക് സാറിനോട് 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, ആസ് എ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഇന്നത്തെ ഈ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഞാൻ നേടിയിരിക്കേണ്ട സ്കിൽസുകൾ ഏതൊക്കെയാണ്? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ കാലിക്കറ്റ് മലപ്പുറത്തെ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഓഫ്ലൈൻ റിസോഴ്സസ് വളരെ കുറവാണ്, ഈ പ്രത്യേകിച്ച് AI പോലെയുള്ള കാര്യത്തിൽ. അപ്പോൾ ഞാൻ സാറിൻ്റെ ഇഡാബ്ജിൻ്റെ പ്രോംപ്റ്റ് എഞ്ചിനീയർ 2 വർഷം മുന്നേ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനിയും സാറിൻ്റെ അങ്ങനത്തെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അത് ഓഫ്ലൈൻ ആവണമെന്നുണ്ട്. അതിന് വയനാട്ടിലേക്ക് സാറിൻ്റെ അടുത്തൊരു ഇഡാബ്ജ് പ്രോഗ്രാം നടക്കാൻ സാധ്യതയുണ്ടോയെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ നല്ല ചോദ്യമാണ്. വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. അതെന്തെന്നറിയോ, പണ്ട് അങ്ങനെ പറയലില്ലേ, ചൈനയിൽ പോയിട്ടായാലും വിദ്യാഭ്യാസം നേടണം എന്ന് പറയുന്ന പോലെ വയനാട്ടിൽ നിന്ന് മല ഇറങ്ങിയിട്ടായാലും അറിയാനുള്ള കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ത്വരയുണ്ടല്ലോ, ഡെഫിനറ്റ്ലി അത് കരിയറിൽ ഒരുപാട് ഗുണം ചെയ്യും. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ന് നിങ്ങൾ അറിയേണ്ടുന്ന സ്കിൽ സെറ്റുകൾ ജനറലി ഞാൻ പറയാം, ഇപ്പോൾ സ്കൂളിങ്ങിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾക്ക് ശരിക്കും നിങ്ങൾ അതിൻ്റെ ലോജിക്ക് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സ്കൂളിൽ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ചില്ലേ, ഇത് എന്തിനാ പഠിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? സിംപ്ലി പറഞ്ഞാൽ, ഇപ്പോൾ ഭൂമിശാസ്ത്രം, ജോഗ്രഫി, എന്തിനാ ജോഗ്രഫി പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം ശരിക്കും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ എവിടെ ജീവിക്കുന്നു, അവിടെ എന്ത് എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നു, ഇവിടെ എന്ത് കൃഷി നടക്കുന്നു തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഭൂമിശാസ്ത്രമായിരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റാണ് അല്ലേ, ഇവിടെ എന്ത് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നതിലെ മറ്റൊരു ഘടകം. അപ്പം നമ്മൾ എവിടെ ജീവിക്കണം, നിങ്ങൾ ഈ ഇൻഡസ് വാലി സിവിലൈസേഷനോ ഹാരപ്പ സിവിലൈസേഷനൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ? ഇന്ത്യയിൽ ശരിക്കും നദീതടങ്ങളിലാണ് സംസ്കാരങ്ങൾ രൂപം കൊണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വൈ നദീതടങ്ങൾ? ജോഗ്രഫിയാണ് റീസൺ. കാരണം എന്താ, അവിടെയാണ് മണ്ണ് വേഗത്തിൽ കൃഷിക്ക് യോഗ്യമാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അന്ന് അവൈലബിൾ ആയിരുന്ന ആയുധങ്ങൾ വെച്ചിട്ട് അന്ന് നദീതടങ്ങളിൽ മണ്ണ് കൃഷിക്ക് വേണ്ടി ഒരുക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു. അതുകൊണ്ട് ആൾക്കാർ അവിടെ ജീവിച്ചു എന്നുള്ളത്. ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് നമുക്ക് വാണിജ്യബന്ധങ്ങൾ ആവശ്യമുണ്ടായി വന്നു. ഓട്ടോമാറ്റിക്കലി എന്തായി, അവിടെ ഒരു എക്കണോമിക്സ് രൂപപ്പെട്ടു അല്ലേ. നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങൾ മാത്രം പോരാ, നമുക്ക് മറ്റ് നാടുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ സൊസൈറ്റി കൂടുതൽ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യവസ്ഥ ആവശ്യമാണ്. മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുന്നതിന് റൂൾസും സെറ്റ് ഓഫ് പ്രോട്ടോകോൾസും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അവിടെ പതിയെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഇവോൾവ് ചെയ്തു വന്നു. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും ഒരുപാട് ഫിസിക്കൽ ഫിനോമിനകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ഈ പൊതുബോധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ സ്കൂളിങ്ങിൽ നിങ്ങൾ ഭാഷ പഠിക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ശരിക്കും എന്താ വെച്ചാൽ നിങ്ങളുടെ പോസിബിലിറ്റീസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടുന്ന ഒരു പൊതുബോധം എന്നുള്ള നിലയ്ക്കാണ് ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നത്. ഇത് പൊട്ടിയ സ്ഥലം എവിടാന്നറിയോ? ഇതെല്ലാം പൊട്ടിയ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാർക്കിന് വേണ്ടി ആയപ്പോഴാണ്. ഇതെല്ലാം മാർക്കിന് വേണ്ടി ആയപ്പോൾ നിങ്ങളുടെ ഒപ്റ്റിമൈസേഷൻ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അല്ല, സൊസൈറ്റിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ 10 A+ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും, എല്ലാ നാട്ടിലും വെക്കുന്നതാണ്. പക്ഷേ അതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ പർപ്പസ് പൊതുബോധം സൃഷ്ടിക്കലാണ്. നിങ്ങൾക്ക് നിങ്ങളെ ചുറ്റുപാടിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായി നിങ്ങൾക്കൊരു നല്ല റെസ്പോൺസിബിൾ ഇൻഡിവിജ്വലായിട്ട് മാറുന്നതിലേക്കുള്ള നിങ്ങളെ നയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയേണ്ടത്. ആ ധർമ്മത്തിൽ ഇന്ന് ടെക്നോളജി നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെയും നമ്മൾ ജീവിക്കുന്ന ലോകത്തെ നിയന്ത്രിക്കുന്നത് സാങ്കേതിക വിദ്യകളാണ്. എല്ലാ കാര്യങ്ങളെയും സാങ്കേതിക വിദ്യകൾ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി എഡ്യൂക്കേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ പരിധിയിൽപ്പെടുന്ന ഒരു കാര്യമാണ്.
ഇനി ഇതിനെ ടി ഷേപ്പ്ഡ് സ്കിൽ സെറ്റ് എന്നാണ് പറയുക. അഥവാ ജനറലി ടെക്നോളജിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു പരന്ന വായന വേണം. എന്തൊക്കെ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് നമ്മൾ കാണണം. പക്ഷേ ജനറലി അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ജോലിയാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ചില ഏരിയകളിൽ ടീൻ്റെ കാല് താഴത്തേക്ക് നീണ്ടു നിൽക്കുന്നുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ഡീപ്പർ നോളജ് വേണം ചില സെഗ്മെൻറ്റുകളിൽ. അതേത് സെഗ്മെൻ്റാണ് എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്കില്ലോ ഇൻട്രസ്റ്റോ ഒക്കെ മാച്ച് ചെയ്തിട്ടായിരിക്കണം ആ മേഖല തീരുമാനിക്കേണ്ടത്. ജനറലി എല്ലാവർക്കും ടെക്നോളജി എങ്ങനെയാണ് നമ്മളെ ജീവിതത്തെ ഷെയ്പ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഇപ്പോൾ AI റെവല്യൂഷൻ. AI മാത്രമല്ല, ബ്ലോക്ക് ചെയിൻ, റോബോട്ടിക്സ്, 3D പ്രിൻറ്റിങ്, വിർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. ഇതിനെല്ലാം ജനറൽ പർപ്പസ് ടെക്നോളജികൾ എന്നാണ് വിളിക്കുക. അതായത് ഈ ടെക്നോളജി ആസ് സച്ച് ഒരു സംഭവമല്ല, പകരം ഇതിന് ഒരുപാട് ടെക്നോളജികളെ പവർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, വൈദ്യുതി ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. വൈദ്യുതി ഉപയോഗിച്ച് ലൈറ്റ് കത്തുന്നുണ്ട്, ഇവിടെ ശീതീകരണം നടക്കുന്നുണ്ട്, ഈ മൈക്ക് എൻ്റെ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, ഇവിടെ ബാക്കിൽ സ്ക്രീന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റ ടെക്നോളജി മറ്റ് അനേകം ടെക്നോളജികളെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ടെക്നോളജികളെയാണ് ജനറൽ പർപ്പസ് ടെക്നോളജി എന്ന് പറയാം. ഈ കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ടെക്നോളജികളുണ്ട്. ശരിക്കും ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനമാണ് റോബോട്ടിക്സ്. ഇപ്പോൾ റോബോട്ടിക്സ് ഹെൽത്ത് കെയറിൽ സർജറിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്യുന്ന റോബോട്ട്. അത് വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വാക്വം ക്ലീൻ ചെയ്യുന്ന റോബോട്ടായിരിക്കും. കുക്ക് ചെയ്യുന്ന റോബോട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ യൂസ് കേസുകളിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ വരും. ഇനി അതല്ല, ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകൾ വരുന്നുണ്ട്, 2 കാലുകളിൽ നടക്കുന്ന ഹ്യൂമനോയിഡ് രൂപമുള്ള റോബോട്ടുകൾ. അപ്പോൾ അത് റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. ഇനി ഇതുപോലെ 3D പ്രിൻറ്റിംഗ് ഉണ്ട്. 3D പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. എൻ്റെ വീഡിയോകൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അധികം ഒരു 3D പ്രിൻ്റർ ഉണ്ടാവാറുണ്ട്. അത് ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് അവിടെ ഉണ്ട്, പിന്നെ അവിടെ കിടന്നോട്ടെ, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നോളജി വെച്ച് കാണിക്കാൻ നല്ലൊരു സാധനമല്ലേ എന്നുള്ള നിലക്ക് അവിടെ വെക്കുന്ന. അപ്പോൾ 3D പ്രിൻ്റർ ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. യു ക്യാൻ പ്രിൻറ്റ് ഫുഡ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഫുഡ് പ്രിൻറ്റ് ചെയ്യുന്ന പോലെ ഓർഗൻസ് പ്രിൻറ്റ് ചെയ്യാം, വീട് പ്രിൻറ്റ് ചെയ്യാം, മെഷീൻസ് പ്രിൻറ്റ് ചെയ്യാം, പാർട്സ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ 3D പ്രിൻ്റർ ഒരു ജനറൽ പർപ്പസ് ടെക്നോളജിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ജനറൽ പർപ്പസ് ടെക്നോളജികളാണ് ഇന്നത്തെ ലോകക്രമത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജികളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ബേസിക് ആവശ്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലേക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിനാൻസിലേക്കോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിലേക്കോ ആണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെക്കുക. അവിടെ നിങ്ങൾ ഈ ടീൻ്റെ കാല് പോലത്തെ സ്കിൽ സെറ്റ് നേടിയെടുക്കുക. ആ ഇൻഡസ്ട്രിക്കകത്ത് ഏത് ടെക്നോളജിയാണ് ഏറ്റവും നന്നായിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നോക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. രണ്ടാമത്തേത്, ഇഡാപ്റ്റ് ഇനി വയനാട്ടിലോ മറ്റോ പ്രോഗ്രാംസ് ഉണ്ടാവുമോ ചോദിച്ചാൽ, ഞങ്ങൾ തന്നെ ഇപ്പോൾ കൂടുതൽ പ്രോഗ്രാംസും ഓൺലൈനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അതിന് റീസൺ സിമ്പിളാണ്. ടാലൻറ്റ് കിട്ടാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഈ AI കാര്യത്തിൽ വയനാട്ടിൽ മാത്രമല്ല, കോഴിക്കോടും മലപ്പുറത്തൊന്നും പരിപാടിയില്ല. അതായത് വയനാടില്ലാന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട. മലപ്പുറത്തും കോഴിക്കോടും ഒന്നും അങ്ങനെ റെഗുലർ പരിപാടികളൊന്നും ഉള്ള സംഭവമല്ല ഇത്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ടാലൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നല്ല ഫാക്കൽറ്റീസ് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഫാക്കൽറ്റീസിനെ ഓൺലൈനാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ തന്നെ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതേ ടോപ്പിക്കിൽ IIT മദ്രാസ് ഇപ്പോൾ നമ്മളുമായി ചേർന്നിട്ട് ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതാണ് ജസ്റ്റ് ആ മേഖലയിലേക്കുള്ള ഒരു ആൻസർ എന്ന് പറയേണ്ടത്. അടുത്ത ചോദ്യം ചോദിക്കാം. ഹലോ, എൻ്റെ പേര് ഫസലുൽ ബാരി. ഞാൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. എനിക്ക് ചോദിക്കാനുള്ള മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. കുഴപ്പമുണ്ടോ? എനിക്ക് അറിയുന്നതാണെങ്കിൽ പറയും, അല്ലെങ്കിൽ അറിയില്ല, ഇത്രേ ഉള്ളൂ. ഞാനടക്കം ഞങ്ങളെ ജനറേഷൻ മൊത്തം സ്ട്രെസ്സ്, ആങ്സൈറ്റി, പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞങ്ങളെ പൊതുവെ പേരൻസ് ഒന്നും കൺസൾട്ട് ചെയ്യാനൊന്നും കൊണ്ടുപോകുന്നില്ല. എൻ്റെ അടുത്തുള്ളവരുടെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പേരൻസിനോട് പറയാനുള്ളത്, പിന്നെ ഞങ്ങളോട് പറയാനുള്ളത്? അത് ചോദിക്കും. മനസ്സിലായി, എനിക്ക് ചോദ്യം മനസ്സിലായി. ഇന്ന് എനിക്കൊന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് എന്നൊക്കെ ചിലപ്പോൾ ലോകം തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവുള്ളൂ. അതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒരു ചർച്ചയ്ക്ക് വിധേയമാകുന്നത് റീസെൻ്റ്ലിയാണ്. ഈ ടീനേജേഴ്സിൻ്റെ ഒരു വലിയ പ്രയാസം എന്താണെന്നറിയോ? അവർ
ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഫോർമേഷൻ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പോഷർ ടു തിങ്സ് ആർ വെരി ഹൈ. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ ഫേക്ക് വേൾഡ് നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അതായത് നിങ്ങളെ പ്രായമുള്ള ആൾ ബെൻസ് ഓടിച്ച് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അയാൾ പൈസ ഇങ്ങനെ എറിഞ്ഞു കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ദുബായിൽ അടിച്ചു പൊളിക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ഒരു എന്താ പറയുക, അപകർഷതാബോധം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കണ്ടൻറ്റുകളുടെ ഒരു സെലിബ്രേഷനാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല ജാതി ഫ്രസ്ട്രേഷൻ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ടാകും. ഒരു പ്രധാന ഫ്രസ്ട്രേഷൻ നമ്മളൊന്നും ആയില്ല എന്നുള്ള ഫ്രസ്ട്രേഷനാണ്. അപ്പോൾ ഇത് മറികടക്കാൻ ഏറ്റവും നല്ല വഴി എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്തെങ്കിലും അങ്ങോട്ട് ആയാൽ മതി. അപ്പോൾ തന്നെ ഒരു പ്രശ്നം ഒരു പരിധി വരേക്കും മറികടക്കാൻ പറ്റും. രണ്ടാമത്തെ, ഇത് ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞാണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ചില ബേസിക് കാര്യങ്ങൾ നമ്മൾ തന്നെ അക്നോളജ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും റിയൽ അല്ല. അപ്പോൾ നിങ്ങൾ അത് കണ്ടു എന്ന് കരുതിയിട്ട് നിങ്ങളെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യാൻ പോകണ്ട. അപ്പോൾ ഞാൻ തന്നെ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ നിരന്തരം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരുപാട് ബാഡ് കമൻസ് ഉണ്ടാവും. ബാഡ് കമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സഭയിലൊന്നും പറയാൻ പറ്റാത്ത ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആലോചിക്കല്, പണ്ടൊക്കെ അതൊക്കെ വായിച്ചിട്ട് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകും. നമ്മളിപ്പോൾ എന്താ ഓൽക്ക് നല്ലൊരു അറിവ് പറഞ്ഞു കൊടുത്തിട്ട് ഇവരിതാണോ തിരിച്ചു പറയുന്നത് എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ പിന്നെ പതിയെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി, അധികം ഈ തെറിവിളികളും വരുന്നത് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ കാര്യമായ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഓനത് ഇവിടെ വന്ന് തീർക്കുന്നതാണ്. ഓൻ്റെ പ്രശ്നം ഓനോട് തന്നെയാണ്. പക്ഷേ അത് അപ്പം കണ്ടത് എൻ്റെ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്ത് പോയിന്നേ ഉള്ളൂ എന്ന് ഞാൻ അങ്ങോട്ട് ആശ്വാസം കണ്ടെത്തും. പിന്നെ ഞാൻ കണ്ടെത്തൽ എന്താ വെച്ചാൽ, അന്ധൻ ആനയെ കണ്ട പോലെ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവും. ആൾക്കാർ കാല് തൊട്ടിട്ട് അത് തൂണ് പോലെയാണ് ആന എന്ന് പറഞ്ഞ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ഇതുപോലെ നമുക്ക് ഒരു വീഡിയോക്കകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല. ഓരോ വീഡിയോക്ക് ഓരോ ടോപ്പിക് ഉണ്ടാവും, ഓരോ ഇതുണ്ടാവും, ഒരു അപ്രോപ്രിയേറ്റ് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. വേറെ വീഡിയോകളിൽ പല ടോപ്പിക്കുകളും നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ടാവും. പക്ഷേ താഴെ വന്ന് കമൻറ്റ് പറയാ, ഈ മറ്റേ വിഷയത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, അപ്പോൾ എൻ്റെ ഇരട്ടത്താപ്പല്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ചെയ്യും. ഞാൻ ഇവനോട് പോയിട്ട് സംസാരിക്കാൻ നിന്നാൽ അവിടെ അടുത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ പിന്നെ അവൻ്റെ ലെവലിലേക്ക് ഇറങ്ങണം. അവൻ്റെ ലെവലിലേക്ക് ഇറങ്ങിയാൽ ഓന് ടൈം എന്ന് പറഞ്ഞ സാധനം ഒരു ഫ്രീ കമ്മോഡിറ്റിയാണ്. കാരണം ഓൻ്റെ ടൈമിന് വിലയൊന്നുമില്ല. പക്ഷേ എൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുള്ള സാധനമാണ്. അപ്പോൾ ഞാനത് ബില്ലിട്ട് വിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ടൈമിൻ്റെ വാല്യൂവിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പം ചെയ്യുന്ന സിമ്പിൾ പരിപാടി ഓൻ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഓൻ കാണണ്ട. നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ അറിയാം, ഒരുത്തനോട് ലൈക്ക് അടിക്കാൻ പറയാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല, ഷെയർ ചെയ്യാൻ പറയാറില്ല, ഒന്നും പറയാറില്ല. വേണമെങ്കിൽ കണ്ടാൽ മതി. കാരണം ഞാൻ കൊടുക്കുന്നതിൻ്റെ വാല്യൂവിനെ കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ട്. ആ ബോധം എനിക്കുള്ളിടത്തോളം കാലം, അതായത് ഞാൻ നൽകുന്നതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂവിനെ കുറിച്ച് എനിക്ക് ബോധമുള്ളിടത്തോളം കാലം അത് കിട്ടുന്നവൻ അത് മനസ്സിലായില്ല എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ഇത് ഒരു റിയലൈസേഷനാണ്. ഞാൻ ഓരോ ദിവസവും എനിക്കുണ്ടായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റിയെ മറികടക്കാൻ എടുക്കുന്ന തീരുമാനങ്ങളാണ് പറഞ്ഞത്. അതായത് മൈ ചോയ്സ് ഈസ്, ഇതിൻ്റെ പേരിൽ എൻ്റെ ടൈം എനിക്ക് വേസ്റ്റ് ആക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കും എൻ്റെ ദിവസം മുന്നോട്ട് പോവുക എന്ന് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരം കണ്ടൻറ്റുകൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മുൻപിൽ എത്തുമ്പോഴും വൈ യു സ്റ്റാർട്ടഡ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തമായ ബോധം ഉണ്ടാവണം. പറ്റുമെങ്കിൽ നമ്മളൊക്കെ അടങ്ങുന്ന കമ്മ്യൂണിറ്റി തന്നെയാണ് പരസ്പരം ചളി വാരി എറിയുന്നതും പരസ്പരം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചോയ്സ് എടുക്കാം. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന സൗഹാർദ്ദമുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറണം എന്നുള്ളൊരു തീരുമാനം നമുക്കും എടുക്കാം. നമ്മുടെ വിശ്വാസമൊന്നും മറ്റൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോകണ്ട. അത് എല്ലാ കാര്യത്തിലും അതെ. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതെ. അത് ശരിക്കും ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എക്സാക്റ്റ് എടുത്തിട്ട് തന്നെ പറയാം. ബീഫ് കഴിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ഇതേ സാധനം എന്താ പറയുക, ബീഫ് കഴിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർ പന്നി കഴിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് പ്രശ്നമുണ്ട്. എന്തിനാ രണ്ടിലും ഇടപെടണം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് കഴിക്കേണ്ടവർ അത് കഴിച്ചോട്ടെ, ഇത് കഴിക്കേണ്ടവർ ഇത് കഴിച്ചോട്ടെ. ഇതിനെയാണ് ചോയ്സ് എന്ന് പറയാം.
ഇപ്പോൾ മറ്റ് ഓരോ മനുഷ്യനും ചോയ്സ് ഉണ്ടെന്ന് അക്നോളജ് ചെയ്തിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്കും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറും. കുറേ ഫ്രസ്ട്രേഷൻ ഇതുവഴി തന്നെ കുറയും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏജിൽ, ടീനേജിൽ യു ആർ സപ്പോസ് ടു ബി കൺഫ്യൂസ്ഡ്. അല്ലാതെ ഭയങ്കര ക്ലാരിറ്റി എല്ലാവർക്കും ഒന്നും ഈ ഒരു പ്രായത്തിൽ ഉണ്ടാവില്ല. ഈ ഒരു കൺഫ്യൂഷനെ ആംപ്ലിഫൈ ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയക്ക് നല്ല പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് മെൻ്റൽ ഹെൽത്ത്. ഒരു പക്ഷേ പാരൻസ് അത്രമാത്രം അക്നോളജ് ചെയ്യാത്തതിന് ഒരു കാരണം, അവരെ മുന്നിൽ ചിലപ്പോൾ നിങ്ങൾ അപ്പോഴും കുട്ടിയായിരിക്കും. നിങ്ങളൊരു ഗ്രോൺ ഇൻഡിവിജ്വലായി നിങ്ങളുടെ ഉള്ളിൽ ഇത്ര വലിയൊരു മനസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചിന്തകളുണ്ടെന്ന് പലപ്പോഴും അക്നോളജ് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് പറ്റുന്നുണ്ടാവില്ല. മേ ബി അതൊരു പ്രശ്നമായിരിക്കാം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഞാനൊരു സജഷൻ പറയുന്നത്, രക്ഷിതാക്കളൊക്കെ കുറച്ച് പ്രായമായ മനുഷ്യന്മാരല്ലേ, അവരെഞ്ഞിപ്പോൾ ഈ പ്രായത്തിൽ പിടിച്ച് തിരുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പകരം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു തരാം. ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ അനാവശ്യ കണ്ടൻറ്റുകൾ കാണുന്നത് കുറയ്ക്കുക. കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ബേസിസിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ ശരിക്കും എന്താ പറയുക, ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം നടന്ന സമയത്ത് കുറേ പേര് യുദ്ധമാണ്, ആര് ജയിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര മുറവിളിയൊക്കെ കൂട്ടുന്ന കണ്ടു. പക്ഷെ ഞാൻ ഇതിൽ ആലോചിച്ചത്, ഇതൊരു ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ ഒന്നുമല്ല. അത് കഴിഞ്ഞ് വിസിലടിച്ചു കഴിഞ്ഞാൽ പരിപാടി അവസാനിപ്പിച്ച് അപ്പോഴത്തെ ഗോൾ നില അനുസരിച്ച് ആരാ ജയിച്ചതെന്ന് തീരുമാനിക്കാൻ. പകരം ഇതൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇതിൻ്റെ പിറകിൽ എത്ര കാലം രാഷ്ട്രീയമുണ്ടോ അത്ര കാലത്തോളം ഇതിങ്ങനെ, ഇപ്പോൾ ഒരാൾ ജയിച്ചു നാളെ വേറെ ആൾ ജയിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും, തീരില്ല. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട്, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ടതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഹയറായിട്ട് അച്ചീവ് ചെയ്ത ആൾക്കാരെ കുറിച്ച് അറിയുമ്പോഴോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റിലോ ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇന്നത്തെ നിങ്ങളുടെ ദിവസം ഒരു പക്ഷേ മോശമായിരിക്കാം, പക്ഷേ നാളെ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനു വേണ്ടി പണിയെടുത്താൽ മാത്രമേ നാളെ ഇമ്പ്രൂവ് ആകുള്ളൂ. അല്ലാതെ ഇന്നും അന്തം വിട്ടിരുന്ന് നാളെ ഓട്ടോമാറ്റിക്കലി നന്നാകുമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, വെരി ക്ലിയർ ആയിട്ടൊരു ചോയ്സ് ഉണ്ട്. സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്യുന്ന ബിഹേവിയർ മാറ്റിയാൽ തന്നെ ഇന്നത്തെ ജനറേഷൻ്റെ ഒരു വലിയ ശതമാനം ഡിപ്രഷനും മാറും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ സർ, ലോകത്ത് ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ളത് ഡാറ്റ ആണെന്ന് പറയാറുണ്ട്. ഡാറ്റാസ്, പ്രത്യേകിച്ചും ഇലോൺ മസ്ക് നമ്മൾ ഈ ട്വിറ്റർ വാങ്ങിയ സമയത്ത് കോടികൾ കൊടുത്ത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത്രയും കോടികൾ കൊടുത്ത് ഡാറ്റാസ് വാങ്ങിയിട്ട് അദ്ദേഹം സ്പേസ് എക്സ് എന്ന പേരിൽ എന്തോ സംതിങ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്താണ്, എന്തിലേക്കാണ് അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഇലോൺ മസ്ക് ഡ്രൈവർലെസ് കാറുകൾ കൊണ്ടുവന്ന് സാർ ഒരു വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ഇന്ന് ബില്യനർ മാത്രമേ ഉള്ളൂ, ലോകത്തെ ആദ്യത്തെ ട്രില്യനർ എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആയിരിക്കും എന്നൊക്കെ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത്രയും ഡാറ്റാസ് വാങ്ങിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയാസ് സാർക്ക് ഉണ്ടെങ്കിൽ അത് പറയണം. അതോടൊപ്പം തന്നെ സാറുടെ വീഡിയോസ് കാണുന്ന, ബാഡ് കമൻറ്റ് ഒരു വിഷയമല്ല, വീഡിയോസ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യണം. ബാഡ് കമൻറ്റ്സ് എല്ലാ മേഖലകളും ഉണ്ടാവും. ഇവിടെ വന്നവർ, ഇപ്പോൾ കുട്ടികൾ ഈ വന്നവരിൽ 90% സാറെ കുറിച്ച് അറിയുന്നവരും സാറുടെ ക്ലാസ് കേൾക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അതിൽ മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. ഇതിലെന്തെന്നറിയോ, അല്ല പുള്ളി പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കല്ലേ, ഒരു വീഡിയോ നോക്കുമ്പോൾ 50,000 ആൾ കണ്ടു, ആകെ കമൻ്റ് ഒരു 300, അതിൽ നെഗറ്റീവ് കമൻ്റ് ഒരു 10 അപ്പോൾ 50,000 ആളിൽ 10 ആൾക്കാണ് പ്രശ്നം. പോയി പണിയൊക്കാൻ പറയാന്നുള്ളത് തന്നെയാണ് ഒരു ജനറൽ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതായത് വലിയൊരു ശതമാനം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ധാരണയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ, ഇതിൽ ശരിക്കും ഒരു ഹരമുണ്ട്, ഇതിലൊരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാനും ബെനിഫിറ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ആൾക്കാരുമായിട്ട് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് ക്ലിയർ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടേയിരിക്കും ഡെഫിനറ്റ്ലി. പിന്നെ ഇലോൺ മസ്ക് ഡാറ്റയ്ക്കാവില്ല, മേ ബി പുള്ളി അതിനെക്കുറിച്ച് സംസാരിച്ചത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും കൂടിയാണ്. അപ്പോൾ ഒരു 5 വർഷം ടൈമാണ് പുള്ളി സേവ് ചെയ്തതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്ക് വേണമെങ്കിൽ ട്വിറ്ററിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ഒരു കമ്പനി പുതിയത് തുടങ്ങാം. പക്ഷേ അതിന് ട്വിറ്ററിനുള്ള അത്രയും ഡിസ്ട്രിബ്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 കൊല്ലമൊക്കെ എടുക്കും. ആ 5 കൊല്ലം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ, കാരണം സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുക്കുക പറഞ്ഞാൽ അത്രയും ടഫായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉള്ള ഒരു കമ്പനി ബൈ ചെയ്തിട്ട്
ടൈമിനെ സേവ് ചെയ്താണ്. മൂപ്പര് ടൈമിന് കൊടുത്ത വിലയാണ് 40 ബില്യണോ 50 ബില്യണോ ഒക്കെ. നമുക്ക് ടൈമിന് വില ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ 2 റുപ്യ സേവ് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ കെയർക്ക് 3 മണിക്കൂർ വിളിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 2 റുപ്യ കിട്ടും. പക്ഷേ നിങ്ങൾ ഫോൺ വെച്ചിട്ട് ആലോചിക്കേണ്ടത് എന്താ അറിയോ, നിങ്ങളെ 3 മണിക്കൂറിൻ്റെ വിലയാണ് 2 റുപ്യ എന്നുള്ളതാണ്. ഇതൊരു തിങ്കിങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും, അതിനങ്ങനെ പ്രൈസ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ആൾക്കാർക്ക് ആ വഴിക്ക് പോകാം. അത് ഭയങ്കര വലിയൊരു സാധനമാണ്. നമ്മൾ എന്താ പറയുക, എൻ്റെ 3 റുപ്യ തിരിച്ചു പിടിക്കാൻ ഞാൻ 5 റുപ്യ ചിലവാക്കും എന്ന് പറയുന്ന പോലത്തെ അങ്ങനെ ചെയ്യാം. അത് എന്താ പറയുക, നമ്മൾ ഈഗോനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ജനറലി പുള്ളി ടൈം സേവ് ചെയ്യാനാണ് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിയതെന്ന് പുള്ളി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2, ഇത് വെച്ചിട്ട് പുള്ളി ശരിക്കും ഒരുപാട് ബേസിക് സർവീസുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഒരു ബേസിക് സർവീസാണ്. ഇനി ഒരു പക്ഷേ കാറിനേക്കാൾ വലിയ ഇൻഡസ്ട്രി ആയിട്ട് റോബോട്ടിക്സ് മാറും എന്ന് പറയുന്നുണ്ട്. ഒരു 10 വർഷത്തിനകം ലോകത്ത് ഒരുപാട് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഉണ്ടാകും. അത് ഇൻ്റലിജൻ്റ് റോബോട്ടുകളായിരിക്കും. അഥവാ എന്താ പറയുക, ചുറ്റുമുള്ള ലോകത്തെ കാണാനും അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കഴിയുന്ന റോബോട്ടുകളായിരിക്കും എന്ന് കണ്ടിട്ടുണ്ട്. ഈ റോബോട്ടിക്സിൽ ഏറ്റവും വലിയ പരിമിതി റോബോട്ടിന് ബുദ്ധി കൊടുക്കുന്നതിലായിരുന്നില്ല. റോബോട്ടിന് ഇപ്പോൾ പലരും റോബോട്ടിക്സിനെ എൻജോയ് ചെയ്യൽ, ഞാൻ റോബോട്ടിനോട് പേര് ചോദിച്ചു, റോബോട്ട് പേര് പറഞ്ഞു, റോബോട്ടിൻ്റെ ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ റോബോട്ട് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ. അല്ല, റോബോട്ടിക്സിൻ്റെ ടഫർ പാർട്ട് റോബോട്ടിക്സിൻ്റെ ഡെക്സ്റ്ററിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ കൈ ഇങ്ങനെ പൊക്കുന്ന താഴ്ത്തുന്നൊക്കെ പോലെ ഈ ഫ്ലെക്സിബിലിറ്റിയിൽ റോബോട്ടിക്സിന് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് റോബോട്ടിക്സിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള പാർട്ട്. പക്ഷേ അവിടെ ഒരു കാര്യം അവർ മനസ്സിലാക്കി, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സാധനമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ റോബോട്ടിക്സ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഇൻഡസ്ട്രിയൽ യൂസ് കേസുകൾക്ക് വേണ്ടി മാത്രമായിട്ട് റോബോട്ടിക്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മേഖലയിൽ ഇന്ന് ഭീകരമായിട്ടുള്ള വേഗതയിലുള്ള ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിപ്പോൾ കറക്റ്റ് റിലേറ്റബിൾ ആയിട്ട് പറയേണ്ടത്, ഇന്നലെ ഇലോൺ മസ്കും ട്രംപും ഒക്കെ സൗദി അറേബ്യയിലുണ്ട്. അതിനെക്കുറിച്ച് ഇന്നലെ രാത്രി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാം. അവിടെ വന്ന അനൗൺസ്മെൻറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. സൗദി അറേബ്യ അവരുടെ ഒരു AI കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ AI ഫാക്ടറി ആയിട്ട് മാറണം എന്നൊക്കെയുള്ളതാണ് അവർ ഗോൾ പറയുന്നത്. അപ്പോൾ അതിൽ ഫിസിക്കൽ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഫിസിക്കൽ AI എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ് പ്ലസ് AI ആണ് ഫിസിക്കൽ AI. അതായത് നിലവിൽ നമ്മൾ AI മുഴുവൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിനകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകൾക്കകത്താണ് നമ്മളിന്ന് AI സർവീസുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് കയ്യും കാലും വെച്ചിട്ട് റിയൽ വേൾഡിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് റോബോട്ടിക്സ് പ്ലസ് AI. അപ്പോൾ ഫിസിക്കൽ AI എന്നുള്ള ആശയത്തിലായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ള കാരണം. എന്താ വെച്ചാൽ സ്ക്രീനിൻ്റെ അകത്തുനിന്ന് ഇത് പുറത്തേക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക, കാറുകൾ ഒരു പരിധി വരേക്ക് റോബോട്ടാണ്, 4 ചക്രത്തിൽ ഓടുന്നതേ ഉള്ളൂ. ഇന്നത്തെ കാറുകളൊക്കെ ഒരുപാട് കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ അതൊരു കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് അല്ലേ. സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന ഓട്ടോണമസ് കാറുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സൗദിയിൽ റോബോട്ട് ടാക്സി സർവീസുകൾ ഇലോൺ മസ്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ പുള്ളി ചെയ്യാൻ പോകുന്ന, പുള്ളിയുടെ കയ്യിൽ ഈ റോബോട്ടിക്സ് ഉണ്ട്, ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ഉണ്ട്, ഹെൽത്ത് കെയറിൽ ടെക്നോളജി ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ പുള്ളി ചിലപ്പോൾ സോഷ്യൽ മീഡിയനെ ജനറൽ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ മാനിപ്പുലേറ്റ് ചെയ്യാനോ, മാനിപ്പുലേഷൻ എന്നുള്ളത് നെഗറ്റീവ് വേർഡാണ്, പോസിറ്റീവ് വേർഡായിട്ട് പറയാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയനെ ലെവറേജ് ചെയ്തേക്കാം. കാരണം എന്ത് പ്രൊഡക്റ്റും കൺസ്യൂമേഴ്സ് വേണമല്ലോ. അപ്പോൾ കൺസ്യൂമേഴ്സ് ഉണ്ടാവുന്നത് വൈഡർ ഓഡിയൻസ് ഇതിനെക്കുറിച്ച് അറിയുമ്പോഴും അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമ്പോഴൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചേക്കാം. ഡെഫിനറ്റ്ലി ഇതിന്നൊക്കെയുള്ള ആളുകളുടെ ബിഹേവിയറൽ ഡാറ്റ ഡെഫിനറ്റ്ലി ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ എൻ്റയർ സിസ്റ്റംസിലൊക്കെ ഉപയോഗിച്ചേക്കാം. ന്യൂറാലിങ്ക് പോലെയുള്ള ടെക്നോളജികൾ വരുന്നുണ്ട്. ചിപ്പ് വെക്കുന്ന, തലയിൽ ചിപ്പ് വെക്കുന്ന പരിപാടി പണ്ട് ഒരു അതിശയോക്തിയായിരുന്നു, പക്ഷേ ഇന്ന് അതൊരു റിയാലിറ്റിയാണ്. ഒരുപാട് ആൾക്കാരിൽ അത് ട്രയൽ റൺ US FDA അപ്രൂവ് ആയിട്ട് ഇന്ന് ട്രയൽ റണ്ണ് നടക്കുന്നുണ്ട്. ഇനീഷ്യലി ഈ പാരാപ്ലീജിക് ആയിട്ടുള്ള ആൾക്കാർ, നോർമൽ ലൈഫിലേക്ക് വരാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെയാണ് ഇപ്പോൾ ടെക്നോളജി വെക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഞാനൊരു പോസിബിലിറ്റി പറയാം, നല്ല പൈസയുള്ള ഒരാൾക്ക് അയാളുടെ വേറെ ഫിസിക്കൽ ഡിഫോമിറ്റിയോ മറ്റു ബുദ്ധിമുട്ടോ ഒന്നും അയാൾക്കില്ല, പകരം അയാളുടെ ഇൻ്റലിജൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ അയാൾ ചിപ്പ് വെച്ചാലോ, സോ ദാറ്റ് അയാളുടെ ചിപ്പിന് എപ്പോഴും ഇൻ്റർനെറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നതൊക്കെ ആലോചിച്ച് നോക്കി, ചോദ്യപേപ്പർ കണ്ടു, ആൻസർ മൈൻഡിൽ വന്നു,
അല്ലേ? ഇത് ശരിക്കും ഭയങ്കര ഡിസ്റപ്ഷൻ പൊട്ടൻഷ്യലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ചില ടെക്നോളജികൾ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു മരുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ട് തടി കുറയ്ക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇത്രയും കാലത്തിലുള്ള നമ്മുടെ വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ ഗാൾ ബ്ലാഡറിന് റിബൺ ഇട്ടിട്ട് എന്താ പറയുക, വയറിൻ്റെ വലിപ്പം കുറച്ചിട്ടൊക്കെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ കുറേ ഹോസ്പിറ്റൽസിലേക്ക് അറബികളൊക്കെ ഈ ചികിത്സ ചെയ്യാനൊക്കെ വരാറുണ്ട് മുൻപേ. പക്ഷേ ഇപ്പോൾ അറബികളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മോഞ്ചാരോ, അതുപോലെ ഒസംബിക്, വെഗോവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഒരു മാസം ഒരു 25,000 to 50,000 നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് തടി കുറയ്ക്കാം. അതും 100% ഹെൽത്തി ആയിട്ട്. ഇത് കണ്ടുപിടിച്ചത് എന്തിനായിരുന്നു എന്നറിയോ? ഡയബറ്റീസിനുള്ള മരുന്നായിട്ട് കണ്ടുപിടിച്ചതാണ്, തടി കുറയ്ക്കാൻ കണ്ടുപിടിച്ചതല്ല. ഡയബറ്റീസുകാർക്ക് ഇത് കൊടുത്തപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് തടി കുറയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തടി കൊണ്ട് റിസ്ക് ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. തടി കൊണ്ട് റിസ്ക് ഉള്ള ആൾക്കാരല്ല, എല്ലാ ആൾക്കാരും അല്ല. അപ്പോൾ അവർക്ക് മറ്റ് റിസ്കുകളില്ല. കാരണം എന്താ? അവൻ്റെ ഏറ്റവും വലിയ റിസ്ക് അവൻ്റെ തടിയാണ്. അപ്പോൾ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റി ആലോചിക്കുന്നില്ല. പക്ഷേ ഈ മരുന്ന് വൈഡർ ഡിപ്ലോയിഡായി. ഇന്ന് ഈ മരുന്ന് ഭയങ്കര വൈറലാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഗൂഗിൾ ചെയ്താൽ ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ പ്രമേഹത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു മരുന്ന് തടി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ പാരാപ്ലീജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നോർമൽ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചിപ്പുകൾ ഒരു പക്ഷേ ഭാവിയിൽ സൂപ്പർ ഹ്യൂമൻസിനെ ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ നമുക്കെന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിരിക്കും. ഒരു പരിധി വരേക്കും നമ്മൾ നിലവിൽ ആ ഭാഗത്താണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലാണ്. അപ്പോൾ ടെക്നോളജിയിൽ നമ്മൾ മുന്നേറി വരിക എന്നുള്ളത് ഈവൻ എന്താ പറയുക, അതൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിൻ്റെ ഒക്കെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ എനിക്കൊന്നു ഈ പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലൂടെ ഈ ചർച്ചകൾ നിങ്ങളൊക്കെ കേൾക്കണമെന്ന് സുപ്രഭാതം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതൊരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ എല്ലാ സ്ഥലത്തും എന്നെ വിളിച്ച് പറയണം എന്നുള്ളതല്ല, സംസാരിക്കാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാർ സൊസൈറ്റിയിൽ നിന്ന് ഉണ്ടാവണം. ഈ ട്രെൻഡുകളെ മനസ്സിലാക്കിയിട്ട് ഫ്യൂച്ചർ പറയാൻ കഴിയണം. അല്ലാതെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി പറയാൻ ആരെക്കൊണ്ടും പറ്റും. പക്ഷേ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫ്യൂച്ചർ ഹൈലി അൺപ്രഡിക്റ്റബിൾ ആണ്. ബട്ട് ദെൻ ഈ ട്രെൻഡുകൾ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള അനേകായിരം ഓപ്ഷൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെ കുറിച്ച് സത്യമായിട്ടും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പുള്ളിയെ ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു കാരണം കൊണ്ടും കൂടിയാണ് എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താ എപ്പോഴും ഇലോൺ മസ്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ മറുപടി വന്ന്, പക്ഷേ മറുപടി കൊടുത്തില്ല. ഈയും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അപ്പം എന്നെ പറ്റിയും വീഡിയോ ഇടാന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞില്ല, കാരണം പിന്നെ അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടവരില്ലേ. അപ്പോൾ അതിനേക്കാളും നല്ലത് കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ള നിലയ്ക്ക് ഒഴിവാക്കി വിട്ടു. പക്ഷേ ദെൻ ഹീസ് ഡൂയിങ് റിമാർക്കബിൾ തിങ്സ്. പുള്ളിയുടെ ഇൻറ്റൻഷൻ എന്തോ ആയിക്കോട്ടെ, ഒരുപാട് റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലോകത്ത് ചെയ്യുന്ന ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ്. സോ ദാറ്റ്സ് വൈ ഐ ആം ഡൂയിങ് മോർ വീഡിയോസ് അബൌട്ട് ഹിം. അപ്പോൾ അതാണെന്ന് തോന്നുന്നു. ഓക്കെ സർ, ഞാൻ ഫാത്തിമ നൗറിൻ. ഇപ്പോൾ DLED ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറെ ക്ലാസ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് വന്നാണ്. ഈ ChatGPT ഒക്കെ യൂസ് ചെയ്താണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് സെമിനാറൊക്കെ കാര്യമായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കുറേ തെറ്റുകൾ വരാറുണ്ട്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞില്ല ഈ ഡയറ്റ് പ്ലാനിൻ്റെ ഒക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ഇൻകേസ് തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസ്ക് കൂടുതലാണ്. അത് അതിൻ്റെ റീസൺ അതാണ്. അതിനെ ഹാലൂസിനേഷൻ എന്നാണ് പറയുക. അതായത് AI ആസ് എ ടെക്നോളജി തെറ്റുത്തരങ്ങൾ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഹാലൂസിനേഷൻ AI ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ അത് മറികടക്കാൻ കുറേ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു ടെക്നോളജി ആസ് സച്ച് അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് ഇത് ഫ്രീ ChatGPTയുടെ പ്രശ്നമാണ്. പെയ്ഡ് ChatGPT ആണെങ്കിൽ നിങ്ങൾക്ക് തെറ്റില്ലാത്ത ഉത്തരം കിട്ടും. അതിന് ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞ ടൂളിൽ അവർ എക്സാക്ട്ലി ചെയ്യുന്നത് റെഫറൻസ് മെറ്റീരിയലുകളെ ബേസ് ചെയ്തിട്ട്, നമുക്ക് എവിടുന്ന് എന്ത് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ റിപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കി തന്നതെന്ന് വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ വെറുതെ ഒരു ആൻസർ അടിച്ചു തരില്ല, പകരം ആ ആൻസർ വെരിഫൈഡ് ആണ്, വെറ്റഡ് ആണ് എന്നുള്ള ഡാറ്റ നമുക്ക് തരുന്ന രീതിയിൽ നമുക്ക് AI കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രീ AIയും പെയ്ഡ് AIയും തമ്മിലുള്ള ഒരു ചെറിയ മാറ്റമുണ്ട്. പിന്നെ ഈ അക്യുറസിയുടെ കാര്യത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, മൾട്ടിപ്പിൾ AI ടൂൾസ് പാരലലി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാൾ ഒരു അഭിപ്രായം തന്നാലും അത് നല്ലതാണെന്ന് തോന്നിയാലും നമ്മൾ പിന്നെ രണ്ടാൾക്കാരോട് ചോദിക്കൂലേ, അതേപോലെ മൾട്ടിപ്പിൾ AI ടൂളുകളോട് നമ്മൾ ആൻസർ ഒന്നുകൂടെ വെറ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രീ ടൂളുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നല്ലത്. ഓക്കെ, ഞാൻ അമീനശ്ശേരി പില്ലാളൂർ.
ഈ പാഷൻ എങ്ങനെ കരിയറാക്കി മാറ്റാം എന്നുള്ളൊരു റിസർച്ച് നടത്തുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം SKSF ട്രെൻഡിൻ്റെ കീഴിലായിട്ട് കണ്ണൂർ നടത്തിയ ഒരു പ്രോഗ്രാമിൽ സാറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ അതിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ ഒരു A+ കിട്ടി കഴിഞ്ഞാൽ ഫുൾ A+ കിട്ടി കഴിഞ്ഞാൽ പേരൻസ് പറയാം സയൻസ് എടുക്കണം, സയൻസ് എടുത്താലാണ് വലിയ മേഖലകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സയൻസ് എടുത്ത് +2 കഴിഞ്ഞ് പാതി വഴിക്ക് പഠനം ഉപേക്ഷിച്ച് പാസ്പോർട്ട് എടുക്കുക, ഗൾഫിൽ പോവുക, അങ്ങനത്തെ ഒരു സിസ്റ്റം നാട്ടിലൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ തിരുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിന്നെ ഞാനൊക്കെ മദ്രസയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മദ്രസയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് പറയാറുള്ളത് നമ്മൾക്ക് ആഗ്രഹം എന്ന് പറയുന്നത് 5 വക്ത് നിസ്കരിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോ ഒരു ടീച്ചറോ എഞ്ചിനീയറോ ഒക്കെ ആകണമെന്നുള്ളതാണ്. പക്ഷേ അവർക്കൊക്കെ പാഷനുണ്ട്. ആ പാഷൻ എങ്ങനെ കരിയറാക്കി മാറ്റണം എന്നുള്ള ഒരു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങളോ ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിസർച്ചിലാണ്. അപ്പോൾ സാറിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ അതിന് നൽകാനുണ്ടോ? ഓക്കെ എനിക്ക് ചോദ്യം മനസ്സിലായി. എനിക്ക് അത്ര നോളേജ് ഉള്ളൊരു ഏരിയ അല്ല ആ ഭാഗം. പക്ഷെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയട്ടെ. ഞാൻ ഭയങ്കര ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ജനറലി ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ബാഡ് മൂഡിലുള്ള ആളാണെന്നുണ്ടെങ്കിലും മീൻസ് ബാഡ് സിറ്റുവേഷൻസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഡിപ്രഷനോ അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞുകൂടാ, ബാഡ് ഫേസസ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എന്നെ വേറെ ആരും വന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ എന്നെ അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. ഒറ്റ കാര്യം ആലോചിക്കലുള്ളൂ, വേറെ ആരും വന്നിട്ട് ഇത് ചെയ്തു തരില്ല എന്നുള്ള ഒരു സ്വയം ബോധമുണ്ട്. ഇത് നല്ല വാല്യൂ എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയേണ്ടത് പലപ്പോഴും നമ്മൾ ശരിയും തെറ്റും വേർതിരിക്കുന്നതിൽ നിർത്തും. പക്ഷേ കുറച്ചും കൂടെ ചെറിയ പ്രായം തൊട്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് ശരികളിൽ നല്ല ശരി, തെറ്റിൽ ചെറിയ തെറ്റിനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മാനസിക പക്വത കൊടുക്കാൻ കഴിയുമെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഒരു സെൽഫ് ഇംപ്രവൈസേഷനിൽ അല്ലെങ്കിൽ ഒരു എവല്യൂഷനലി ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവിലൊക്കെ അവർ ക്വാളിറ്റി ഡിസിഷൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും സ്ഥിരമായിട്ട്. പക്ഷേ ഇതിൻ്റെ പ്രിമൈസ് എന്താണെന്ന് വെച്ചാൽ ശരികളിൽ നല്ല ശരിയെ തിരഞ്ഞെടുക്കാൻ അറിയണം, തെറ്റിൽ ചെറിയ തെറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ അറിയണം. ഈ ഒരു മാനസിക പക്വത ചെറിയ പ്രായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻക്രിമെൻ്റൽ അഡ്വാൻറ്റേജ് ആയിട്ട് ലൈഫിൽ ഉയർന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് എന്തുണ്ടാകും, നല്ല ക്വാളിറ്റി ഡിസിഷൻസ് ലൈഫിലും എടുക്കാൻ പറ്റും. ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പാഷനോ മറ്റുള്ളതോ, വെദർ യു ആർ പാഷനേറ്റ് ഓർ നോട്ട്, ഇഫ് യു ആർ ലൈക്ക് അത് നിങ്ങൾക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ലൈഫിലെ ഗോളുകളെ ഫുൾഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, റൈറ്റ്? അപ്പോൾ എല്ലാവരും പാഷൻ കണ്ടെത്തോ എന്ന് എനിക്കറിയില്ല. ഞാൻ പാഷൻ കണ്ടെത്തിയിട്ടുണ്ടോ അതും എനിക്കറിയില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതിൽ ഞാൻ ഹാപ്പിയാണ്. നാളെ ചിലപ്പോൾ ഇതിനേക്കാൾ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ ഞാൻ അതിലേക്കും പോകും. എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതായത് ഈ സാധനമൊന്നുമില്ല, മറ്റേ നോർമാലിറ്റി ബയാസ് ഉണ്ടല്ലോ, ഇത്രയും കാലം ഇതാ ചെയ്തത് അതുകൊണ്ട് ഞാൻ അതന്നെ ചെയ്യുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊരു പാഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒരു 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 ഡെസ്റ്റിനേഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ജേണി ആയിരിക്കാം, സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കണം. അതിൽ ക്വാളിറ്റി മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മോറൽ പ്രിസെപ്റ്റ്സ്, നമ്മൾ തുടങ്ങുന്ന വാല്യൂ പ്രൊപ്പോസിഷൻ ആയിരിക്കാം അത് ഫിക്സ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല വാല്യൂ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് അയാൾ ചെയ്യുന്ന എന്ത് ഡിസിഷൻ മേക്കിങ്ങിലും ക്വാളിറ്റി ഡിസിഷൻ മേക്കിങ്, മറ്റുള്ളവരെ എല്ലാ കാര്യമുണ്ട്. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി നമ്മൾ പല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ ഉണ്ട്, നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്കുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ ലൈഫ് അംബീഷൻസിലേക്കും ഗോളുകളിലേക്കൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാഷൻ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊരു നെവർ എൻഡിങ് ജേണി പോലെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, സാറേ, നമ്മൾ കോളേജുകളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ കുട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന കോഴ്സുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡിഗ്രി എടുക്കുന്ന കുട്ടികൾക്ക്, എസ്പെഷ്യലി BCA എടുക്കുന്ന കുട്ടികൾക്ക്, അവർക്ക് AI എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഴ്സ് കൊടുത്തിട്ട് 15,000 20,000 രൂപയൊക്കെ എക്സ്ട്രാ മേടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? അത് ഇവർക്കൊന്ന് അവയർനെസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു താങ്കളൊരു
എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആളായതുകൊണ്ടായിരിക്കാം മേ ബി ആ ചോദ്യം. ഇതെന്തെന്നറിയോ, താങ്കളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നൊരു സാധനമാണ്. ഇവരെന്ത് സിലബസാണ് കൊടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു സിലബസിനെ കാണാണ്ട് അത് മോശമാണോ ശരിയാണോ എന്ന് പറയുന്നത് അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ഗുണമുണ്ടാവുന്ന ഒരു സാധനം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാ ഞാൻ പറഞ്ഞത്, എക്സാക്ട്ലി. അതായത് സിലബസോ അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് അറിയാണ്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ജനറൽ പ്രിസെപ്റ്റാണ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ചിലർ അതിൽ മോശം പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ടാവാം, ചിലർ അതിൽ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നമുക്കതിനെ ജനറലൈസ് ചെയ്തിട്ട് ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ സാർ, ഞാൻ അവർ ചോദിച്ചത് തുടങ്ങുകയാണ്. ഇവിടെ ഞങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞിരുന്നു, സൗദിയിലൊക്കെ 4ാം ക്ലാസ് മുതൽ AI സിലബസാക്കി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് താഴോട്ട് ഇറങ്ങിയാണ്. ഇവിടുത്തെ പറഞ്ഞ കുറേ കുട്ടികൾ, അതായത് ഒരു 10th +1 +2 ഇവർക്ക് ഇനി എങ്ങനെ പഠിക്കണം, അത് എങ്ങനെ, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും സർക്കാർ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. അടുത്ത വർഷം മുതലോ അല്ലെങ്കിൽ പിറ്റത്തെ വർഷം മുതലോ നമുക്ക് എന്ത് ചെയ്യാം, സിലബസിലേക്ക് AI കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സംശയം, ഇന്നിപ്പോൾ അടുത്തൊരു വീട്ടിനെ കണ്ടതാണ്, ഒരു അത്യാവശ്യം എഡ്യൂക്കേഷൻ ആളെ പറഞ്ഞാണ്, ഇപ്പോൾ 3G 4G പറ്റി ഇപ്പോൾ പഠിപ്പിക്കുന്നേ ഉള്ളൂ നമ്മളെ സിലബസിൽ. അല്ലാതെ എന്തെന്നറിയോ, എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി AI എങ്ങനെ മുന്നോട്ട്, ഇപ്പോഴത്തെ ഈ ഇവിടെ വന്ന പ്രശ്നത്തിലെ ആളുകളുള്ള കുട്ടികൾക്ക് ഇതെങ്ങനെ മുന്നോട്ട് പഠിക്കാൻ പറ്റും, അതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റി ഒരു ബേസിക് ഭാഗത്തു നിന്ന് വേണമെന്നുള്ള ഒരു പ്രശ്നം തരാണ്. ഇതിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടുത്തെ സ്കൂളുകളിൽ KG തൊട്ടിട്ട് ഞങ്ങളിതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഇഡാപ്റ്റിൻ്റെ ഒരു സർവീസ് എന്ന് പറയേണ്ടത് സ്കൂളുകളിൽ ടെക്നോളജി എഡ്യൂക്കേഷൻ ചെറിയ ക്ലാസ് തൊട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഗവൺമെൻറ്റിനെ, നമുക്ക് എല്ലാത്തിലും ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യാൻ ആക്ച്വലി ഭയങ്കര ഈസിയാണ്. കാരണം ആസ് എ ഫെസിലിറ്റേറ്റർ ഫോർ ഓൾ ദീസ് തിങ്സ് ഗവൺമെൻറ്റാണ് റെസ്പോൺസിബിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് അല്ലെങ്കിൽ ആ ലീഡറുടെ പേഴ്സ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുമ്പോൾ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ഏതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ റിസോഴ്സുകൾ അലോ ചെയ്യണം. ഇപ്പോൾ ബെസ്റ്റ് എഡ്യൂക്കേഷൻ എന്താ, ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ. അതായത് അത് നല്ല ടീച്ചറാവണം. അതല്ലാതെ 10,000 രൂപ സാലറി വാങ്ങുന്ന ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് 1 എന്നുള്ള രീതിയിൽ കൊടുത്താൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആൾക്കാർ ഓരോ കുട്ടിയും വളരെ പ്രഷ്യസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോ കുട്ടിയും ഒരു ഡയമണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഇൻവെസ്റ്റ് ചെയ്താൽ അത്രയും ഡിവിഡൻഡ് ചിലപ്പോൾ ആ കുട്ടിക്ക് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത്രയും റിസോഴ്സ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് വേണം. അപ്പോൾ അത് ഇല്ല എന്നറിയുമ്പോൾ പല സ്ഥലത്തും ഓരോ കോംപ്രമൈസുകൾ വരും. ആ കോംപ്രമൈസുകളുടെ ഒരു എൻഡാണ് ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന എഡ്യൂക്കേഷനിലൊക്കെ. അതായത് ഐഡിയൽ സിറ്റുവേഷൻ അല്ല, പക്ഷേ കറണ്ട് റിസോഴ്സസോ സിസ്റ്റംസോ ഒക്കെ വെച്ചിട്ട് ഇപ്പം ഇതാണ്. ഇപ്പോൾ ഞാനത് മുൻപ് സ്കൂളിങ്ങിൻ്റെ ഒരു ടീച്ചേഴ്സിനെയൊക്കെ നമുക്ക് പുതിയ കാലത്തേക്ക് കൊണ്ടുവന്നൂടെ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡയറക്ടറോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DPI അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താ വെച്ചാൽ 20ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഒരു 25 വയസ്സിനകത്ത് ടീച്ചറാവുന്ന ആൾക്കാരും ഈ സിസ്റ്റത്തിലുണ്ട്. 55-60 റിട്ടയർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ഈ സിസ്റ്റത്തിലുണ്ട്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു സാധനമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരും മറ്റും ഒക്കെ ഉള്ള സാധനമാണ്. ഇവരെല്ലാവരും ഒരേ രീതിയിൽ ട്രെയിനബിൾ ആവില്ല. ഇവർക്കെല്ലാം ഒരേ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ ഇവിടെ എന്ത് മാറ്റം വരുത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വലിയൊരു സാധനമാണ്. ഇതിനെ ചെറിയ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് റിസ്ക് ഉണ്ട്. പക്ഷേ അവിടെയാണ് എനിക്ക് പക്ഷേയിൽ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഓരോ ഇൻഡിവിജ്വലിനും ഗവൺമെൻറ്റിനെ കുറ്റം പറയാണ്ട് എൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാനാണ് എന്ന് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എടുത്തു തുടങ്ങാം. നിങ്ങൾ ആരെങ്കിലും ഗവൺമെൻറ് എൻ്റർടൈൻമെൻറ്റ് തരുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്താ പറയാത്ത? അതും വേണ്ടേ? അപ്പോൾ എഡ്യൂക്കേഷൻ തരുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഈ എൻ്റർടൈൻമെൻറ്റൊക്കെ അവൈലബിൾ ആക്കുന്ന അതേ പ്ലാറ്റ്ഫോമിൽ എഡ്യൂക്കേഷനും ഉണ്ട്. അതേ പ്ലാറ്റ്ഫോമിൽ അത് സൗജന്യമായിട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ റെഡിയല്ല. അപ്പോൾ മനുഷ്യൻ എല്ലാ കാലത്തും അതാണ്. നമുക്കൊരു എന്താ പറയുക, നമ്മൾ എന്താ കഴിച്ചിലാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് ശരിയില്ല, എൻ്റെ നാട് ശരിയില്ല, അങ്ങനെ നമുക്ക് കുറേ റീസൺസ് ഉണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ ശരിയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന പോയിൻ്റ് വരേക്കും മാറ്റങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഗവൺമെൻറ്റിൽ വന്നോളും നമുക്ക് ആ കാര്യങ്ങൾ ടൈം എടുക്കും. ഡെഫിനറ്റ്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ടൈം എടുക്കും എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ചൈന അനൗൺസ് ചെയ്തത് ചൈനയിലെ കുട്ടികൾക്ക്
ചെറിയ ക്ലാസ് തൊട്ടിട്ട് AI പഠിപ്പിക്കണം. ഷെയ്ഖ് മുഹമ്മദ് അനൗൺസ് ചെയ്തു കുറച്ച് മുൻപേ. പക്ഷേ ഇതിൻ്റെ 3 കൊല്ലം മുന്നേ മുതൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ സാധനം. ഇത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ആൾക്കാർക്ക് നിലവിൽ അത് അവരെടുക്കുന്നുണ്ട്. പക്ഷേ ജനറലി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു ജനറൽ ഐഡിയ കിട്ടാൻ ഞാനിടുന്ന വീഡിയോകൾ കണ്ടാൽ തന്നെ മതിയാവും. ഞാനതൊരു അതിശയോക്തി പറയല്ല, പക്ഷേ അത്യാവശ്യം വിവരങ്ങളൊക്കെ അതിനകത്ത് തന്നെ നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഒരു ബേസിക് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കവർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിൽ ഒരുപാട് കണ്ടൻറ്റ് ഇതിൽ അവൈലബിൾ ആണ്. ഈ മേഖലയിൽ പഠിക്കാനും ഒക്കെ ഒരുപാട് കണ്ടൻറ്റ് അവൈലബിൾ ആണ്. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും അധികം ചെയ്യാറില്ല. റീസൺ എന്താ വെച്ചാൽ ഇത് കാണാൻ വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഒരു യൂട്യൂബർക്ക് ഇതിൽ വീഡിയോ ഉണ്ടാക്കുന്നതിൽ ഇൻസെൻറ്റീവ് കുറവാണ്. കാരണം എന്താ വെച്ചാൽ അധികം ആൾക്കാർ കാണില്ല. എനിക്ക് അപ്പുറത്ത് നല്ല കച്ചവടം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം ഇതിന്മേന്ന് കിട്ടുന്ന വരുമാനം എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഇത് രണ്ട് തിങ്കിങ് ആണ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോകൾ കാണാം, മലയാളത്തിൽ കാണണം, ഫ്രീ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ, അല്ല ഇനി എന്താ പറയുക കുറച്ച് കച്ചവടം വെക്കട്ടെ, കച്ചവടം നടത്തട്ടെ, ഞങ്ങൾ കോഴ്സ് കൊടുക്കുന്നുണ്ട് ഈ AI മറ്റുമൊക്കെ സ്റ്റുഡൻസിന് വേണ്ടുന്നത്, പ്രൊഫഷണൽസിന് വേണ്ടുന്നത്, അങ്ങനത്തെ എല്ലാം കോഴ്സ് കൊടുക്കുന്നു. നേരത്തെ ആ മോള് അവർ പറഞ്ഞത് അവർ ആ കോഴ്സ് എനിക്കൊന്ന് 2.5 വർഷം മുന്നേ തുടങ്ങിയിട്ടുണ്ട് ആ പ്രോഗ്രാം. അവർ അന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അന്ന് അധികം പേരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് അതൊരു മെയിൻ സ്ട്രീമായി ഒരുപാട് ആൾക്കാരൊക്കെ ആ പ്രോഗ്രാംസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ല കൊടുക്കുന്നത്, വിത്ത് IIT മദ്രാസ് ആണ്. അപ്പോൾ IIT മദ്രാസ് നമ്മളും കൂടെ ചേർന്നിട്ടാണ്. സർട്ടിഫൈ ചെയ്യുന്നത് IIT മദ്രാസ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാമുകൾ ഒരു ക്വിക്ക് സ്റ്റാർട്ട് കിട്ടാൻ ഉപയോഗിക്കാം. അപ്പോൾ അതാണല്ലോ ഒരു ചോദ്യം. അതായത് ഇപ്പോൾ ഞങ്ങൾ 0-ൽ നിൽക്കുകയാണ്, ലോകം ഇന്നൊരു 10-ലെത്തിയിട്ടുണ്ടെങ്കിൽ ആ 0-ന്ന് 10-ലെത്താൻ ഒരു കോഴ്സ് ഉപകരിക്കും. പക്ഷേ ഇത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു ലോകമാണ്. അതുകൊണ്ട് ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് കാലാകാലത്തേക്കും കരിയർ സെറ്റാവില്ല. പകരം ഇതിൻ്റെ യാത്രയെ നിരന്തരം ഫോളോ ചെയ്യുക. 0 to 10 എത്താൻ കോഴ്സ് എടുക്കാം, തെറ്റില്ല. പക്ഷേ നിരന്തരം ഈ യാത്രയെ ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ഇതിന്നൊരു വാല്യൂ ഡിറൈവ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പോൾ എനിക്കത് 2 ചോദ്യത്തിനും ഉത്തരമായില്ലേ. എന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മൾ പ്രൈവറ്റ് സെക്ടർ സ്റ്റെപ്പപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനാണ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ ആരും പറയാണ്ട് സ്റ്റെപ്പപ്പ് ചെയ്തിട്ടുണ്ട്. അത് ജനറൽ, ഞാനത് സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്ന കമൻ്റായിട്ടത്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് സ്ഥിരം ഗവൺമെൻറ്റിനെ പറയും. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കൽ, നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ എപ്പോഴും. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രതിനിധികളാണ്. പക്ഷേ നമ്മൾ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുന്നതൊക്കെ വെറും ന്യൂസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ അവിടെ വി ആസ് എ കമ്മ്യൂണിറ്റി കണ്ണാടി നോക്കേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴും പറയാറുള്ളൊരു സാധനമാണ്. നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണോ നമ്മളിവിടെ മീഡിയയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കണം. രാത്രിയിൽ 9 മണി ചർച്ചയിലുള്ള എത്ര സാധനങ്ങൾ പിറ്റേന്ന് പത്രത്തിൽ ഫ്രണ്ട് പേജിക്ക് വരാൻ മാത്രമുള്ള യോഗ്യത ഉണ്ടാവാറുണ്ട് എന്നുള്ളത് നോക്കണം. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒപ്റ്റിമൈസേഷൻ എല്ലായിടത്തും നടക്കണം. ഡെഫിനറ്റ്ലി അവനവൻ്റെ കരിയറിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരും അസ്യൂം ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം. എല്ലാവരും സ്വന്തം കരിയറിൽ വേറെ ആരും വന്ന് നന്നാക്കി തരില്ല, നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും ആൾക്കാർക്ക്, ഞാൻ മുന്നേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആൾക്കാർക്ക് ഡിസൈഡോഫോബിയാണ് എന്നുള്ളത്. ഡിസൈഡോഫോബിയ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കാനുള്ള ഫോബിയനെയാണ് ഡിസൈഡോഫോബിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ എടുത്തതാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം. പകരം അയാൾ പറഞ്ഞിട്ട് ചെയ്തു, ഇന്ന കോളേജിൽ ചേർന്നത് കൊണ്ട് ഓക്കെ, ഇന്ന പാർട്ടിയുടെ ഭാഗമാണെങ്കിൽ ഓക്കെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ അവനവൻ്റെ ഡിസിഷൻസിനെ ഓൺ ചെയ്യാൻ പഠിക്കുക. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ എല്ലാ സാധനങ്ങളും നിങ്ങൾ മരിച്ചു പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. നിങ്ങളോട് കൂടി എൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ലോകം മാത്രമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് എന്താ പറയുക, ലൈഫിൽ ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ. ലാസ്റ്റ് ചോദ്യം. നമ്മൾ ചർച്ച ചെയ്യുന്നത് AI സാങ്കേതിക വിദ്യയായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സൗദി അറേബ്യയാണ്. നക്ഷത്ര നഗരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ സംവിധാനം അവർ ചെലവഴിക്കുകയും അതിൻ്റെ നിർമ്മിതി പ്രവർത്തനങ്ങൾക്ക് ആരംഭിക്കുകയും ചെയ്തു. 2030 വർഷമാകുമ്പോഴേക്ക് ഏകദേശം 100 കിലോമീറ്റർ ദൂരപരിധിയോടുകൂടി പൂർത്തിയാക്കും എന്ന് പറഞ്ഞു.
ഇപ്പോൾ നമ്മൾ അറിയാൻ പറ്റുന്നത് 10 കിലോമീറ്റർ പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത വിധം ഈ സാങ്കേതിക വിദ്യ അല്ലെ സംവിധാനം പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. സൗദി അറേബ്യ ബന്ധപ്പെട്ടവരോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോഴും വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എവിടെയാണ് ഈ പരാജയം എന്നുള്ളത്? അപ്പോൾ സൗദിയെക്കുറിച്ച് നമുക്കറിയാം, അമേരിക്കയുമായിട്ടും ലോകരാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധങ്ങളുള്ള രാജ്യമാണ്. സാമ്പത്തികപരമായിട്ട് വിഷയമല്ല, സാങ്കേതികപരമായിട്ട് വിഷയമല്ല, സർവ്വ മേഖലയിലും സജീവമാണ്. പക്ഷേ പരാജയമാണ്. അതേക്കുറിച്ച് ആണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്. രണ്ടാമത്തത്, AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ചില യുദ്ധ സംവിധാനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് രണ്ടും എങ്ങനെയാണ്? അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് കിട്ടേണ്ടത്. ഓക്കെ, ഞാൻ എല്ലാവരോടും ജനറലി ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ സ്രോതസ് വെരിഫൈ ചെയ്യുന്നത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞതിൽ പല കാര്യങ്ങളും അൺവെരിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ക്ലെയിംസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് വിഷൻ 2030യുടെ ഭാഗമായിട്ട് എനിക്കൊന്ന് ലൈൻ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു റെഫറൻസാണ് പുള്ളി പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു അഭിപ്രായം പറയാനുള്ളൊരു നോളേജും അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കാനുള്ള നോളജും രണ്ടാണ്. അപ്പോൾ അറിയാനുള്ള നോളജ് ഫൈൻ, പക്ഷേ വേറൊരാളോട് അതിനെക്കുറിച്ച് നമ്മൾ തർക്കിക്കുന്ന സമയത്ത് നമുക്കതിൽ ബെറ്റർ ക്വാളിറ്റി ഓഫ് ഒപ്പീനിയൻ പറയാൻ കഴിയണം. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ളത് ഒരു എക്സ്റ്റേണൽ നോളജാണ്. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഡിസ്കഷന് വിധേയമാക്കാം. പക്ഷേ വിഷൻ 2030 എന്നുള്ളത് ഒരു ഓയിലില്ലാത്ത ഒരു ലോകത്തേക്ക് വേണ്ടിയിട്ട് സൗദിയുടെ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിന് ട്രില്യൺസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പണമായിട്ട് തന്നെ വേണം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഓയിലിൻ്റെ വില കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സൗദി ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്ത സമയത്ത് ദേ വർ എക്സ്പെക്റ്റിംഗ് $100 പെർ ബാരൽ. ഇപ്പോൾ അത് $60 എന്ന് വെച്ചാൽ നമുക്ക് 100 രൂപ വരുമാനം കിട്ടേണ്ട സ്ഥലത്ത് ഇപ്പോൾ 60 രൂപയെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 200 രൂപ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ സമയപരിധി ചിലപ്പോൾ മാറിയേക്കാം. കാരണം എന്താണ്? നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ചല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പുതിയ ലോക സാഹചര്യങ്ങൾ മാറുമ്പോൾ എക്സ്റ്റേണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആവശ്യമായിട്ട് വന്നേക്കാം. ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ട് വരുമ്പോൾ ഒരു കണ്ടിന്യൂഡ് അമേരിക്കൻ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയും. ഓട്ടോമാറ്റിക്കലി കുറച്ച് പൈസ അവർക്ക് അങ്ങോട്ട് പോകും. പിന്നെ സൗദിക്ക് എന്താ പറയുക, ഈ ഓയിലാണ് ഇവരുടെ ഒരു പ്രധാന വരുമാനം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഈ പ്രോജക്റ്റ്, ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് പ്യൂർലി ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റാണ്. നമ്മളെപ്പോഴും വീടിൻ്റെ പണി എപ്പോഴാണ് നിൽക്കൽ? നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, ഇത് സ്ലോ ഡൗൺ ആവുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് തന്നെ ആയിരിക്കണം. ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സൗദി ചിന്തിച്ചിട്ടല്ല, അതിന് മറ്റ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ഗ്ലോബലി ഓയിലിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ലോകത്ത് ടോട്ടലി ഇപ്പോൾ ഒരു എക്കണോമിക് റിസഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു പരിധി വരെയൊക്കെ എല്ലായിടത്തും ഡിമാൻഡ് സ്ലോ ആയിട്ടുള്ളൊരവസ്ഥയുണ്ട്. ഡിമാൻഡ് സ്ലോ ആകുമ്പോൾ പെട്രോളിൻ്റെ മറ്റും കൺസംഷൻ കുറയും. ഇത് കാരണവും അവർ അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇപ്പോൾ സൗദി അവരുടെ പീക്ക് ഓയിൽ പ്രൊഡക്ഷൻ അല്ല ചെയ്യുന്നത്. പീക്ക് പ്രൊഡക്ഷൻ 12 മില്യൺ ബാരൽ എങ്ങാണ്ട് പെർ ഡേ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്ത് നിന്ന് അവരിപ്പോൾ 9 മില്യൺ ബാരലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 25% റവന്യൂ കട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നോക്കേണ്ട ഒരു സാധനമാണ് ഒപെക് രാജ്യങ്ങളാണ്. സൗദി മാത്രമല്ല ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസ്, മറ്റ് ഒപെക് രാജ്യങ്ങൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒപെക്കിലുള്ള രാജ്യങ്ങൾ കൂടാതെ ഒപെക്കിൽ പെടാത്ത രാജ്യം തോന്നുന്നുണ്ട് US ഒക്കെ. US-ഉം ബ്രസീലൊക്കെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസർ US ആണ്. അപ്പോൾ US കൂടുതൽ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോൾ അതും സൗദിയുടെ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ താരിഫ് യുദ്ധം തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്ലോബൽ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഇവരുടെ പ്രൊജക്റ്റുകളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കാണുന്ന പോലെ നമ്മൾ അപ്പുറത്ത് ചർച്ച ചെയ്യുന്ന പോലത്തെ ചെറിയ വിഷയമല്ല ഇതൊക്കെ അത്രയും വലിയ സ്പാനിലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ കോൺസ്പിറസി തിയറികൾക്ക് മറുപടി പറയാൻ ടഫാണ്. പക്ഷേ റിയലിസ്റ്റിക്കലി രാജ്യങ്ങളുടെ പോളിസികൾ ഡെഫിനറ്റ്ലി അവർക്ക് നമ്മളെക്കാളും ഈ വിഷയങ്ങളിൽ ഉൾക്കാഴ്ചയുള്ള ആൾക്കാരാകുമ്പോൾ ക്വാളിറ്റി ഡിസിഷൻ മേക്കിംഗ് അവിടെ നടത്തുന്നുണ്ടാകും. അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷേ ഞാനത് നിങ്ങൾ പറഞ്ഞതോടുകൂടി ആൾക്കാർ മനസ്സതിലേക്ക് വന്നതുകൊണ്ട് അതിനൊന്ന് ക്ലാരിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ഏകദേശം 1.25 മണിക്കൂറായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇത്രയും നേരം ഈ പരിപാടി ശ്രവിക്കുകയും ഒരുപാട് നല്ല സംശയങ്ങളൊക്കെ ചോദിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ AI എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും ഉള്ളൊരു സംശയം ഉണ്ടാവും, ഇതിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആദ്യം അറിയണമല്ലോ. എന്ത് പ്രോംപ്റ്റാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത്? അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അങ്ങനൊരു സംശയം നിങ്ങൾക്കുണ്ടോ?
ഇല്ലേ? അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഈ AI എന്താണെന്നറിയോ, കോൺവെർസേഷണൽ AI ആണ്. അഥവാ നമുക്ക് നമ്മളെ ഫ്രണ്ടിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കാം. ജനറൽ ഉത്തരങ്ങൾക്ക് അത് മതി. ക്വാളിറ്റി ഉള്ള ഉത്തരങ്ങൾക്കാണ് പ്രോംപ്റ്റിംഗ് അറിയേണ്ടത്. അപ്പോൾ നമ്മളെ നീഡിനെ AI ശരിക്കും അപ്പുറത്തൊരു മനുഷ്യനൊന്നല്ലല്ലോ ഇരിക്കുന്നത്, അതൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതിന് മനസ്സിലാവുന്ന രീതിയിൽ ചോദ്യങ്ങളെ പ്രോപ്പറായിട്ട് കീവേഡുകളൊക്കെ ഫ്രെയിം ചെയ്യണം. അപ്പം നമ്മളെ പറ്റി AIക്ക് ഒന്നും അറിയില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം നമ്മുടെ നീഡിനെ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ ആൻസറിൻ്റെ ക്വാളിറ്റി കൂടും. അപ്പോൾ നമ്മളെ ഫ്രണ്ടിനോടൊക്കെ ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ഫ്രണ്ടിനെ കാലങ്ങളായിട്ട് നമ്മളറിയാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ നമ്മളെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടല്ലേ നമ്മൾ ആവശ്യം പറയാം. ഇതേപോലെ തന്നെ AIക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ പ്രിമൈസിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉത്തരങ്ങൾ കിട്ടും. ഇതിൽ ഉത്തരങ്ങളുടെ ക്വാളിറ്റിയിലാണ് പ്രോംപ്റ്റിംഗ് അറിയുന്ന ആളും പ്രോംപ്റ്റിംഗ് അറിയാത്ത ആളും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എനിക്കൊന്ന് ഉത്തരം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, സുപ്രഭാതത്തിൻ്റെ ഈ എജു എക്സ്പോയിൽ വന്ന് ഏതെങ്കിലും കോഴ്സ് ഫിക്സ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമായിട്ട് കാണാതെ നിങ്ങളുടെയൊക്കെ കരിയറിലെ ഒരു ഡിഫൈനിങ് മൊമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കാൻ പഠിക്കുക. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഈ ഒരു ലോകത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടിലുള്ള ഡിസ്ട്രാക്ഷൻസിനിടയിലൂടെ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലഷറുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും, ഇൻസ്റ്റൻറ്റ് മണി മോട്ടിവേഷൻസുമായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഡിഫറൻസ് വെരി ക്ലിയർലി തിരിച്ചറിയുക. വെരി ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ജീവിതത്തിൽ ചോദിക്കുക. മറ്റുള്ളവർക്ക് ഹെയ്റ്റോ മറ്റു കാര്യങ്ങളോ സ്പ്രെഡ് ചെയ്യാതെ പരമാവധി നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട്. നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടേതും മറ്റുള്ളവരുടേത് അവരുടേതും എന്ന് ചിന്തിച്ച് എന്താ പറയുക, നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ദയവ് ചെയ്തിട്ട് ആരും പരസ്പരം പ്രൂവ് ചെയ്ത് നാട്ടിൽ ഇനിയും അടിയും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളൊരു റെക്കമെൻഡേഷനാണ് പറയാനുള്ളത്. ഇതെല്ലാവരുടെയും നാടാണ്. എല്ലാ കാലത്തും എല്ലാവരുടെയും നാടായിട്ടിരിക്കാൻ നമ്മളെല്ലാവരും മെനക്കെടണം. അപ്പോൾ അത്രേ പറയുന്നുള്ളൂ. താങ്ക് യു.